വെൽക്കം ബാക്ക് ടു ടാഗോർ അക്കാഡമി. ടാഗോർ അക്കാഡമിയുടെ പുതിയൊരു യൂട്യൂബ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ NDPC അണ്ടർ ഗ്രാജുവേറ്റ് എക്സാമിനേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് ഇയർ ഒരു NDPC ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓൾറെഡി നമ്മുടെ ചാനലിൽ NDPCയുടെയും ഗ്രൂപ്പ് ഡിയുടെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിട്ടിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാകാം ഏതൊക്കെ ടോപ്പിക്കിൽ നിന്ന് ഏതൊക്കെ കണക്കുകളാണ് വരാൻ ചാൻസ് ഉള്ളതെന്നും. ഏകദേശം 60% ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ടോപ്പിക്കിൽ നിന്നും ചോദിക്കുന്നത്. നമ്മുടെ അത്രയും ആ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്തവർക്ക് കണ്ടവർക്കറിയാം നമുക്ക് എങ്ങനെ പോയാലും അതിൽ നിന്നുള്ള മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ കഴിയും. നമ്മുടെ വീഡിയോസ് കാണുന്നവർക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. അപ്പോൾ നമുക്ക് ഇന്ന് പുതിയൊരു ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. ബി ഈസ് ടോയ്സ് എഫിഷ്യൻറ്റ് ദാൻ എ. ബി എന്ന് പറയുന്നത് എയേക്കാൾ എഫിഷ്യൻ്റ് ആണ്, 2 ഇരട്ടി എഫിഷ്യൻ്റ് ആണ്. ഓക്കെ, ബി ഈസ് ടോയ്സ് എഫിഷ്യൻറ്റ് ദാൻ എ. എയേക്കാൾ 2 ഇരട്ടി എഫിഷ്യൻ്റ് ആണ്. ദ ടോട്ടൽ ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞേക്കുന്നതെന്ന് വെച്ചാൽ എ ഒരു ജോലി ചെയ്യാൻ 2 ദിവസം എടുക്കുമെങ്കിൽ ബിക്ക് ആ ജോലി ചെയ്യാൻ 1 ദിവസം മതി. മനസ്സിലായോ? അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് പറഞ്ഞത്? എക്ക് ഒരു ജോലി ചെയ്യാൻ 2 ദിവസം എടുക്കുമെങ്കിൽ ബിക്ക് ആ ജോലി ചെയ്യാൻ 1 ദിവസം മതി എന്നുള്ളതാണ് അർത്ഥം. അതാണ് എയേക്കാൾ എഫിഷ്യൻ്റ് ആണ്, 2 ഇരട്ടി എഫിഷ്യൻ്റ് ആണ്, അല്ലെങ്കിൽ ഇരട്ടി എഫിഷ്യൻ്റ്. 2 ഇരട്ടി എന്ന് പറയാൻ കഴിയില്ല, ഇരട്ടി എഫിഷ്യൻ്റ് ആണ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി ഒന്ന് വായിച്ചു നോക്കാം. ആൻഡ് ദ ടോട്ടൽ ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് ദ വർക്ക് ബോത്ത് എ ആൻഡ് ബി. എയും ബിയും കൂടെ ഒരു ജോലി ചെയ്ത് കഴിഞ്ഞാൽ 22 ദിവസം കൊണ്ട് ജോലി കംപ്ലീറ്റ് ആകുമെങ്കിൽ ബി മാത്രമായിട്ട് ആ ജോലി ചെയ്താൽ എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആകും എന്നാണ് ക്വസ്റ്റ്യൻ. ക്ലിയർ ആണോ പറഞ്ഞേക്കുന്നത്? എയും ബിയുടെയും കാര്യമാണ് പറഞ്ഞേക്കുന്നത്. എയേക്കാൾ ഇരട്ടി എഫിഷ്യൻ്റ് ആണ് ആര്? ബി. അതായത് എ 2 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി ബി എന്ത് ചെയ്യും? 1 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? ഇതിനെ നമുക്കത് ഇങ്ങനെ എഴുതാം. 2:1. എയും ബിയും തമ്മിലുള്ള എഫിഷ്യൻസിയെ നമുക്ക് 2:1 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. എയും ബിയും തമ്മിലുള്ള എഫിഷ്യൻസിയെ 2:1 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഇനി നോക്കിയേ, ഞാൻ ഇതിനെ എക്സ് കൊണ്ട് ഗുണിക്കുന്നു. അതായത് 2x എന്നും എക്സ് എന്നും എടുക്കുക, 2x എന്നും എക്സ് എന്നും എടുക്കുക. ഇതിനെ ഞാൻ ഇങ്ങനെ പറയുന്നു. എ ഈ ഒരു ജോലി ഒറ്റയ്ക്ക് ചെയ്യാൻ 2x ദിവസം എടുക്കും. എ ഈ ഒരു ജോലി ഒറ്റയ്ക്ക് ചെയ്യാൻ 2x ദിവസം എടുക്കും. ബി അതേ ജോലി ഒറ്റയ്ക്ക് ചെയ്യാൻ x ദിവസം എടുക്കും. ബി അതേ ജോലി ഒറ്റയ്ക്ക് ചെയ്യാൻ x ദിവസം എടുക്കും. അല്ലേ? ക്ലിയർ അല്ലേ? എ ചെയ്യുന്ന എത്ര ദിവസമാണോ എ ആ ജോലി ചെയ്ത് തീർക്കാൻ എടുക്കുന്നത് അതിൻ്റെ പകുതി സമയം കൊണ്ട്, പകുതി ദിവസം കൊണ്ട് ആര് ചെയ്ത് തീർക്കും? ബി ചെയ്ത് തീർക്കും. ഓക്കെ, ഈ ക്വസ്റ്റിനെ ഞാനൊന്ന് മാറ്റി എഴുതുന്നു. ദേ നോക്കിയേ, എ ഒരു ജോലി ചെയ്യാൻ 2x ദിവസം എടുക്കുന്നു. എ ഒരു ജോലി ചെയ്യാൻ 2x ദിവസം എടുക്കുന്നു. ബി അതേ ജോലി ചെയ്യാൻ x ദിവസം എടുക്കുന്നു. ബി അതേ ജോലി ചെയ്യാൻ x ദിവസം എടുക്കുന്നെങ്കിൽ എയും ബിയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും എന്നുള്ളതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. എങ്കിൽ നമ്മൾ അവിടെ അപ്ലൈ ചെയ്യുന്ന ഇക്വേഷൻ എന്തായിരുന്നു? XY ഡിവൈഡ് ബൈ x പ്ലസ് വൈ. അല്ലേ? നമ്മുടെ ചാനലൊക്കെ കാണുന്നവർക്ക്, വീഡിയോസൊക്കെ കാണുന്നവർക്ക് അറിയാം, ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അല്ലേ? ജോലി ചെയ്യുന്നതിൻ്റെ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷനാണ് എന്ത്? 2 പേര് ചേർന്ന് കഴിഞ്ഞാൽ ചെയ്യുന്ന ജോലിയുടെ സമ്മ് കാണാൻ, അല്ലെങ്കിൽ എത്ര ദിവസം കൊണ്ട് ആ ജോലി ചെയ്ത് തീർക്കും എന്ന് കാണാനുള്ള ഇക്വേഷൻ എന്താ? XY ഡിവൈഡ് ബൈ x പ്ലസ് വൈ. XY ഡിവൈഡ് ബൈ x പ്ലസ് വൈ. ഇവിടെ x കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എ എത്ര ദിവസം കൊണ്ട് ആ ജോലി ചെയ്ത് തീർക്കും, y റെപ്രസെൻറ്റ് ചെയ്യുന്നത് ബി എത്ര ദിവസം കൊണ്ട് ആ ജോലി ചെയ്ത് തീർക്കും എന്നുള്ളതാണ്. അല്ലേ? ആ വാല്യൂസ് അതിനകത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കിയാൽ നമുക്കറിയാം 2x, എക്സിൻ്റെ അവിടെ എ ചെയ്ത് തീർക്കുന്ന ജോലി, അല്ലെങ്കിൽ എ എത്ര ദിവസം കൊണ്ട് ആ ജോലി ചെയ്ത് തീർക്കും? ഈ 2x ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും. അല്ലേ? അതേപോലെ ബി എത്ര ദിവസം കൊണ്ട് ആ ജോലി ചെയ്ത് തീർക്കും? x ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും. അല്ലേ? 2x ഇൻറ്റു എക്സ് ഡിവൈഡഡ് ബൈ 2x പ്ലസ് എക്സ് എന്ന് കിട്ടും. അല്ലേ? 2x ഇൻറ്റു എക്സ് എത്ര കിട്ടും നമുക്ക്? 2x² എന്ന് കിട്ടും. 2x². താഴെ എത്ര കിട്ടും? 2x പ്ലസ് എക്സ് 3x എന്ന് കിട്ടും. 2x പ്ലസ് എക്സ് 3x എന്ന് കിട്ടും. ഓക്കെ ആണോ? ഇത് എത്ര ദിവസമാണെന്ന് തന്നിട്ടുണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ? 22 ദിവസം. എയും ബിയും കൂടെ ചേർന്ന് ഈ ജോലി എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആക്കുമെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്? 22 ദിവസം. അതുകൊണ്ട് നമുക്ക് ഇതിനെ ഈക്വൽ ടു 22 എന്ന് എഴുതാം. ക്ലിയർ ആണല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതേ നോക്കിയേ, അടുത്ത സ്റ്റെപ്പ് നോക്കിയേ. ഇവിടെ 3x എന്ത് ചെയ്തിരിക്കുന്നു? 2x² കൂടെ ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഈ 3xനെ ഞാൻ ഈക്വൽ ടുൻ്റെ മറു സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. ഡിവൈഡ് ചെയ്തേക്കുന്ന 3x ഈക്വൽ ടുൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ എന്താവും? അത് ഗുണനമാകും. അതായത് 2x² ഈക്വൽ ടു 22 ഇൻറ്റു 3x. 22 ഇൻറ്റു 3x എത്ര കിട്ടും നമുക്ക്? 66x. ഇവിടെ നോക്കിയേ, 2x². എന്താ ഈ x² കൊണ്ട് ഉദ്ദേശിക്കുന്നത്? x² കൊണ്ട് ഉദ്ദേശിക്കുന്നത് x ഇൻറ്റു എക്സ് എന്നാണ്. അല്ലേ? x ഇൻറ്റു എക്സ് എന്നാണ്
എക്സ് സ്ക്വയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് 2 ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് ഈക്വൽ ടു 66x. നമുക്കറിയാം ഈക്വൽ ടുവിൻ്റെ രണ്ട് സൈഡിലും ഒരേപോലത്തുള്ള നമ്പേഴ്സോ ലെറ്റേഴ്സോ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്ത് കളയാമെന്നറിയാം. അതുകൊണ്ട് എനിക്കിത് ഇവിടെ ഒരു എക്സ് ഉണ്ട്, ആ എക്സിനെ ഞാൻ അങ്ങ് വെട്ടിക്കളയുന്നു. എക്സ് സ്ക്വയറിൽ നിന്നും ഒരു എക്സിനെ ഞാനങ്ങ് ക്യാൻസൽ ചെയ്യുന്നു. അപ്പോൾ എനിക്ക് എത്ര കിട്ടി? 2x ഈക്വൽ ടു 66 എന്ന് കിട്ടി. 2x ഈക്വൽ ടു 66 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ എക്സ് ഈക്വൽ ടു 2 ഗുണിച്ചിരിക്കുന്ന 2 ഈക്വൽ ടുവിൻ്റെ മറു സൈഡിലേക്ക് പോകുന്നു. ഗുണിച്ചിരിക്കുന്ന 2 ഈക്വൽ ടുവിൻ്റെ മറു സൈഡിലേക്ക് പോകുമ്പോൾ എന്താവും? ഡിവിഷൻ ആവും. 66 ഡിവൈഡ് ബൈ 2 ആൻസർ കിട്ടും 33. എക്സ് എന്ന് പറയുന്നത് ഇവിടെ നോക്കിയേ, എക്സ് എന്ന് പറയുന്നത് എന്താ? ബി ചെയ്ത് തീർക്കാൻ എടുക്കുന്ന ദിവസത്തിൻ്റെ എണ്ണത്തെയാണ് എക്സ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്തെടുക്കുന്നത്. അതായത് ബി 33 ദിവസം കൊണ്ട് ഈ ജോലി ഒറ്റയ്ക്ക് ചെയ്ത് തീർക്കും. ബി 33 ദിവസം കൊണ്ട് ഈ ജോലി ഒറ്റയ്ക്ക് ചെയ്ത് തീർക്കും. ക്ലിയർ ആണല്ലോ പറഞ്ഞേക്കുന്നത്? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇത് നോക്കിയേ, സെലക്ട് ദ റിലേറ്റഡ് നമ്പർ ഫ്രം ദ ഗിവൺ ഓൾട്ടർനേറ്റീവ്സ് 3, 28, 9. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യൻ നോക്കിയേ, 328. ഇത് തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. ആ ബന്ധം മനസ്സിലാക്കിയിട്ട് 9ൻ്റെ കൂടെ വരേണ്ട നമ്പർ ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, 328, 9. ഓക്കെ, ക്വസ്റ്റ്യൻ മാർക്ക്. ഏത് നമ്പറാണ് അവിടെ വരാൻ ചാൻസ് ഉള്ളത് നോക്കാം. 3യും 28ഉം തമ്മിലുള്ള ബന്ധം ഒന്ന് നോക്കാം. ദേ നോക്കിയേ, 3ൻ്റെ ക്യൂബ് എത്രയാണ്? 3ൻ്റെ ക്യൂബ് 27. 3ൻ്റെ ക്യൂബ് എത്രയാണ്? 27. ആ 27ൻ്റെ കൂടെ ഒന്ന് കൂട്ടുമ്പോഴാണ് നമുക്ക് 28 കിട്ടുന്നത്. മനസ്സിലായോ? 3ൻ്റെ ക്യൂബ് 27, 27ൻ്റെ കൂടെ ഒന്ന് കൂട്ടിയപ്പോൾ 28 കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇതേ ഒന്ന് ചെയ്ത് നോക്കിയേ. 9ൻ്റെ ക്യൂബ് എത്ര? 9ൻ്റെ ക്യൂബ് 729. 9ൻ്റെ ക്യൂബ് 729. അതിൻ്റെ കൂടെ ഒന്ന് കൂട്ടുന്നു 730. ഓപ്ഷനകത്തിലുണ്ടോ നോക്കിയേ, 730 ഉണ്ട്. അതാണ് ആൻസർ 730. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ദേ ഇഫ് എക്സ് ഈക്വൽ ടു 3 സ്ക്വയർ ഇൻറ്റു 2 ആൻഡ് വൈ ഈക്വൽ ടു 2 cube into 3 and z equal to 3 square into 4, then find the LCM of xy, yz and zx. ഓക്കെ ആണല്ലോ? ഇവിടെ എക്സിനൊരു വാല്യൂ തന്നിട്ടുണ്ട്, വൈക്കൊരു വാല്യൂ തന്നിട്ടുണ്ട്, ഇസഡിനൊരു വാല്യൂ തന്നിട്ടുണ്ട്. എന്നിട്ട് എന്തിൻ്റെയൊക്കെ LCM ആണ് കാണാൻ ചോദിച്ചിരിക്കുന്നത്? എക്സും വൈയും കൂടെ ഗുണിച്ചിരിക്കുന്നതിൻ്റെ LCM. എക്സും വൈയും കൂടെ ഗുണിക്കണം, വൈയും ഇസഡും കൂടെ ഗുണിക്കണം, ഇസഡും എക്സും കൂടെ ഗുണിച്ചിട്ട് അതിൻ്റെ 3ൻ്റെ LCM ആണ് കാണാൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഓരോന്നും എടുത്ത് ഗുണിച്ചു നോക്കാം. ആദ്യം എക്സും വൈയും കൂടെ ഒന്ന് ഗുണിച്ചു നോക്കാം. ഓക്കെ, എക്സും വൈയും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ അതേ ക്വസ്റ്റ്യൻസ് അതേപോലെ അങ്ങ് എഴുതുക. എക്സിൻ്റെ വാല്യൂ എത്ര? 3 സ്ക്വയർ അല്ലേ? 3 സ്ക്വയർ ഇൻറ്റു 2 അതാണ് എക്സിൻ്റെ വാല്യൂ. 3 സ്ക്വയർ ഇൻറ്റു 2 ഇൻറ്റു വൈയുടെ വാല്യൂ എത്ര? 2 ക്യൂബ് ഇൻറ്റു 3 അല്ലേ? ഇവിടെ നോക്കിയേ, മൊത്തത്തിൽ എത്ര 3 ഉണ്ട്? ഇവിടെ 3 സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു 3 ഉണ്ട് അല്ലേ? 3 സ്ക്വയർ ഇൻറ്റു 3 എന്താ ആൻസർ? ഇതേ ഇങ്ങോട്ട് നോക്കിയേ, 3 സ്ക്വയർ ഇൻറ്റു 3 അതായത് 3യുടെ മുകളിൽ ആരുണ്ട്? 1 ഉണ്ട്. ഇപ്പോൾ ഇത് എന്തായി? 3 സ്ക്വയർ ഇൻറ്റു 3 ആയി. 3 സ്ക്വയർ ഇൻറ്റു 3 ഏതാ ഇക്വേഷൻ? a m ഇൻറ്റു a(n). എന്താ ഇക്വേഷൻ? a(m+n) എന്ന് വെച്ചാൽ ഇവിടെ മേളിൽ പവർ കിടക്കുന്ന നമ്പേഴ്സ് തമ്മിൽ എന്ത് ചെയ്യുക? കൂട്ടുക. പവർ കിടക്കുന്ന നമ്പേഴ്സ് തമ്മിൽ കൂട്ടുക. ആൻസർ എത്ര കിട്ടും? 3 എന്ന് കിട്ടും. ഇതാണ് ഇക്വേഷൻ. ഇനി അങ്ങോട്ട് പോകുമ്പോഴെല്ലാം ഇൻറ്റു വരുമ്പോൾ ഇതാണ് ഇക്വേഷൻ. ബേസ് സെയിം ആണെങ്കിൽ കൃതികൾ തമ്മിൽ കൂട്ടുക, പവേഴ്സ് തമ്മിൽ കൂട്ടുക. എന്ത് വന്നാൽ? ഇൻറ്റു വന്നു കഴിഞ്ഞാൽ രണ്ട് ഇക്വേഷൻ എപ്പോഴും മൈൻഡ് വെച്ചേക്കുക. a(m ഇൻറ്റു a(n) ഈക്വൽ ടു a(m+n), a(m ഡിവൈഡ് ബൈ a(n) ഈക്വൽ ടു a(m-n). ഈ രണ്ട് ഇക്വേഷൻ എപ്പോഴും മൈൻഡ് വെച്ചേക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വന്നേ. 3 സ്ക്വയർ ഇൻറ്റു 3 രണ്ടും ബേസ് സെയിം. അപ്പം പവേഴ്സ് തമ്മിൽ കൂട്ടുക. 2 + 1 3 എന്നായി. 2 + 1 3 ഇൻറ്റു ഇവിടെ നോക്കിയേ, 2⁻1 അല്ലേ? 2⁻1 ഇൻറ്റു 2 ക്യൂബ്. പവർ ബേസ് സെയിം ആണ് 2. പവേഴ്സ് 1ഉം 3യും നടുക്ക് ഗുണിച്ചിരിക്കുകയാണ്. ഗുണിച്ചാൽ എന്ത് ചെയ്യണം? പവേഴ്സ് തമ്മിൽ കൂട്ടണം. 3 + 1 4. നമുക്ക് ഇതിനെ 2⁻4 എന്ന് എഴുതാം.
ഓക്കെ. അപ്പോൾ എക്സ് വൈ കിട്ടി 2^4. ഓക്കെ, എക്സ് വൈ കിട്ടി, സോറി 3³ ഇൻറ്റു 2^4 എന്ന് കിട്ടി. അടുത്ത വൈ ഇസഡ് നോക്കാം. വൈയുടെ വാല്യൂ എത്രയാണ്? വൈയുടെ വാല്യൂ 2³ ഇൻറ്റു 3, 2³ ഇൻറ്റു 3 ഇൻറ്റു ഇസഡിൻ്റെ വാല്യൂ എത്ര? 3² ഇൻറ്റു 4, 3² ഇൻറ്റു 4, 3² ഇൻറ്റു 4. 4ന് എനിക്ക് എങ്ങനെ എഴുതാം? 4 എന്ന് വെച്ച് കഴിഞ്ഞാൽ 2ൻ്റെ പവർ അല്ലേ? 4 എന്ന് വെച്ച് കഴിഞ്ഞാൽ 2ൻ്റെ പവർ ആയതുകൊണ്ട് ഈ 4ൻ്റെ അവിടെ ഞാൻ എന്ത് ചെയ്യുന്നു? 2² എന്ന് എഴുതുന്നു, 2² എന്ന് എഴുതുന്നു. ക്ലിയർ ആണോ? ഇത്രയും പറഞ്ഞാൽ ക്ലിയർ ആണോ? ഓക്കെ. ഇനി ഇതും അതേപോലെ ഒന്ന് ചെയ്ത് നോക്കിയേ. a⁻m ഇൻറ്റു a⁻n ഈക്വൽ ടു a⁻m+1n. ഇവിടെ നോക്കിയേ, 2³ ഇൻറ്റു 2² അല്ലേ? 2³ ഇൻറ്റു 2², 2³ ഇൻറ്റു 2² എനിക്ക് എത്ര കിട്ടും? 2^3 + 2 5 എന്ന് കിട്ടും. 3 + 2 5 എന്ന് കിട്ടും. ഇൻറ്റു 3 ഇൻറ്റു 3², 3³ ക്ലിയർ ആണോ? അടുത്ത നോക്കി എന്താ? ഇസഡ് എക്സ് നോക്കി. ഇസഡ് എത്രയായിരുന്നു? 3² ഇൻറ്റു 4. 4നെ ഞാൻ എങ്ങനെ എഴുതി? 2² എന്ന് എഴുതി. ഇൻറ്റു എക്സിൻ്റെ വാല്യൂ എത്ര? 3² ഇൻറ്റു 2, 3² ഇൻറ്റു 2 എങ്ങനെ എഴുതാം നമുക്ക്? 3 ബേസ് സെയിം ആയിട്ടുള്ളത് എടുത്തു കഴിഞ്ഞാൽ 3 ഇൻറ്റു 2 + 2 4 ഇൻറ്റു 2 ബേസ് പവേഴ്സ് എത്ര? 2ഉം 1ഉം അല്ലേ? 3 എന്ന് കിട്ടി. അപ്പോൾ എനിക്കിവിടെ XY കിട്ടി, YZ കിട്ടി, ZX കിട്ടി. ഇനി നമ്മൾ ചോദിച്ചേക്കുന്നത് എന്താ? ഈ നമ്പേഴ്സിൻ്റെ LCM ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കിയേ. അപ്പോൾ നമ്മൾ വാല്യൂസ് എല്ലാം കണ്ടുപിടിച്ച് ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിൻ്റെ LCM എടുക്കണം. LCM എടുക്കാൻ ഏറ്റവും എളുപ്പ വഴി എന്ന് പറഞ്ഞുതരാം. ഇങ്ങനെ പവേഴ്സുള്ള നമ്പേഴ്സിൻ്റെ LCM എടുക്കാൻ. ഇപ്പോൾ നമ്മുടെ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഇതൊരു നമ്പറാണ്, ഇതൊരു നമ്പറാണ് അല്ലേ? 3 നമ്പർ തന്നിട്ടുണ്ട്. ഇതിൻ്റെ പവേഴ്സ്, ഇതിൻ്റെ LCM എടുക്കാൻ എളുപ്പവഴി നോക്കിക്കോ. LCM ആണ് കാണാൻ ചോദിക്കുന്നതെങ്കിൽ, ഇങ്ങനെ ക്വസ്റ്റ്യൻ തന്നിട്ട് LCM ആണ് കാണാൻ ചോദിക്കുന്നതെങ്കിൽ ഇവിടുത്തെ ബേസ് ഏതൊക്കെ ലെറ്റേഴ്സ് ഉണ്ടെന്ന് നോക്കണം. ബേസ് ലെറ്റേഴ്സ് ഉള്ളത് 3 ഉണ്ട്, 2 ഉണ്ട് അല്ലേ? ഈ 2 നമ്പേഴ്സ് മാത്രമേ ഇവിടെ ബേസ് ആയിട്ടുള്ളൂ. ആ ബേസ് നമ്പേഴ്സ് അങ്ങ് എഴുതുക. 3 × 2. ഇനി LCM ആണ് കാണാൻ ചോദിക്കുന്നതെങ്കിൽ ഈ തന്നിരിക്കുന്ന ബേസ് ഉണ്ടല്ലോ 3ഉം 2ഉം, അതിൻ്റെ ഹയസ്റ്റ് കൃതി എഴുതണം, ഹയസ്റ്റ് പവർ എഴുതണം. നോക്കി, ഈ തന്നിരിക്കുന്ന നമ്പേഴ്സിനകത്തിലെ ഹയസ്റ്റ് പവർ ഏതാ? 3യുടെ ഹയസ്റ്റ് പവർ. ഇവിടെ 3 ഉണ്ട്, ഇവിടെ പവറായിട്ട് 3, ഇവിടെ പവറായിട്ട് 4. അങ്ങനെയാണെങ്കിൽ ഹയസ്റ്റ് പവർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 3^4 ആയിരിക്കും. ഇനി ഇവിടെ നോക്കിയേ, 2ൻ്റെ ഹയസ്റ്റ് പവർ എഴുതണം. 2ൻ്റെ ഹയസ്റ്റ് പവർ ഏതാ? 2^5 ആണ്, 2^5. ഓക്കെ, മനസ്സിലായോ? ഇങ്ങനെ കൃതികൾ പവേഴ്സ് തന്നിട്ടാണ് നമ്മുടെ അടുത്ത് എന്ത് ചോദിക്കുന്നത്? LCM ചോദിക്കുന്നതെങ്കിൽ എല്ലാ നമ്പേഴ്സിൻ്റെയും ബേസ് എഴുതുക. എല്ലാ നമ്പേഴ്സും ഇതിനകത്ത് തന്നിട്ടുള്ള എല്ലാ നമ്പേഴ്സിൻ്റെയും ബേസ് എഴുതുക. ബേസ് ചെയ്തിട്ട് അതിൻ്റെയൊക്കെ ഹയസ്റ്റ് പൊസിഷൻ, ഹയസ്റ്റ് പവേഴ്സ് ഏതാണെന്ന് വെച്ചാൽ ആ പവേഴ്സ് എഴുതുക. ഇതാണ് LCM. ഇനി HCF ആണ് കാണാൻ ചോദിച്ചിരുന്നെങ്കിൽ ഈ കൃതികൾക്കകത്തിൽ പൊതുവായിട്ടുള്ള ബേസ് മാത്രം എഴുതണം. എല്ലാ നമ്പേഴ്സിലും ഉൾപ്പെടുന്ന പൊതുവായിട്ട് ബേസ്. അവിടെ ഇത് 3 നമ്പറായിട്ടല്ലേ നമ്മൾ കൺസിഡർ ചെയ്തേക്കുന്നത്. ഈ 3 നമ്പറിലും പൊതുവായിട്ടുള്ള ബേസ് എഴുതണം. ആ ബേസിൻ്റെ ഏറ്റവും ലോവസ്റ്റ് വാല്യൂ ആണ് HCFനകത്ത് എഴുതുന്നത്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ്. എന്താ പറഞ്ഞത്? ഈ 3 നമ്പേഴ്സാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഈ 3 നമ്പേഴ്സിനകത്തിലേയും പൊതുവായിട്ടുള്ള ബേസ് എഴുതണം. ഇവിടെ നോക്കിയാൽ പൊതുവായിട്ട് 2ഉം 3ഉം പൊതുവായിട്ടുണ്ടല്ലേ? അപ്പം നമുക്ക് 3ഉം 2ഉം എഴുതാം പൊതുവായിട്ട്. HCFൻ്റെ കാര്യമാണ് പറയുന്നതെങ്കിൽ. എന്നിട്ട് എന്ത് ചെയ്യണം? ഏറ്റവും ലോവസ്റ്റ് പവർ എടുക്കണം. നോക്കിയാൽ 3യുടെ ഏറ്റവും ലോവസ്റ്റ് പവർ ഏതാ? 3യുടെ ഏറ്റവും ലോവസ്റ്റ് പവർ 3 ആണ്. 2ൻ്റെ ഏറ്റവും ലോവസ്റ്റ് പവർ ഏതാ? 2ൻ്റെ ഏറ്റവും ലോവസ്റ്റ് പവർ 3 ആണ്. അതുകൊണ്ട് ഇവിടുത്തെ HCF എന്ന് പറയുന്നത് 3³ × 2³ ആണ്. ഓക്കെ, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ ക്വസ്റ്റ്യൻ LCM കാണാനാണ്. LCM നമ്മൾ എന്ത് ചെയ്തു? എല്ലാ ബേസും എഴുതണം. എല്ലാ ബേസും LCM ആണ് എടുക്കുന്നതെങ്കിൽ എല്ലാ ബേസും എടുക്കണം. ഇവിടെ എത്രയൊക്കെ ബേസ് ഉണ്ടോ ആ ബേസ് മൊത്തം എടുക്കണം. HCF ആണെങ്കിൽ പൊതുവായിട്ടുള്ളത് മാത്രമേ എടുക്കാവുള്ളൂ, എല്ലാത്തിലും ഉള്ളത് മാത്രമേ എടുക്കാവുള്ളൂ. അപ്പോൾ LCM ആണെങ്കിൽ എല്ലാ ബേസും എഴുതിയിട്ട് അതിൻ്റെ ഹയസ്റ്റ് പവർ എഴുതണം. ഇവിടെ 3ഉം 2ഉമേ ഉള്ളൂ ബേസായിട്ട്. അതുകൊണ്ട് നമ്മൾ 3^4 × 2^5. 3^4 എത്ര? 3^4 എന്ന് വെച്ച് കഴിഞ്ഞാൽ 81 അല്ലേ? 3^4 എന്ന് വെച്ച് കഴിഞ്ഞാൽ 81 എന്ന് കിട്ടും. 2^5 എന്ന് വെച്ച് കഴിഞ്ഞാൽ 32 ആണ്. 32 ഇത് ഗുണിക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും 2592 എന്ന ആൻസർ കിട്ടും. 2592. ക്ലിയർ ആണോ പറഞ്ഞേക്കുന്നത്? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻ എ സർട്ടൻ കോഡ് ലാംഗ്വേജ്
12 into 7 equal to 408. 12 into 7 equal to 408 ആണ്. 9 into 8 equal to 207 ആണ്. അങ്ങനെയാണെങ്കിൽ 13 into 7 എത്രയാണെന്നാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മൾ അവർ പറഞ്ഞത് രീതിയിൽ നമുക്കൊന്ന് ഗുണിച്ചു നോക്കാം. 12 into 7, 12 into 7 എത്ര? ഈ 7 14, ഈ 7 14, 4 ശിഷ്ടം ബാലൻസ് 1. 1 into 7 7, ബാലൻസ് 1 കൂടെ കൂട്ടുമ്പോൾ 8, 84. ഓക്കെ, 84 ആണ്. ഓക്കെ, 84 ആണ്. പക്ഷെ നമുക്ക് കിട്ടിയേക്കുന്ന 408 ആണ്. ഇത് ഈ 4നെ, ഈ 84നെ ഞാനൊന്ന് തിരിച്ചിടുക. 84നെ തിരിച്ചിട്ടപ്പോൾ എനിക്ക് എത്ര കിട്ടി? 48 എന്ന് കിട്ടി. 84നെ ഒന്ന് തല തിരിച്ചിട്ടപ്പോൾ 48 എന്ന് കിട്ടി. ഇതിൻ്റെ ഇടയിൽ ഞാനൊരു 0 ഇട്ട് കൊടുക്കുന്നു. ഈ രണ്ട് നമ്പേഴ്സിൻ്റെ ഇടയിലായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു 0 ഇട്ട് കൊടുക്കുന്നു. 408. അതല്ലേ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ഇത് ഇങ്ങനെ തന്നെയാണോ വന്നേക്കുന്നതെന്നൊന്ന് ചെക്ക് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ 9 into 8, 9 into 8 72. നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ തിരിച്ചിടുന്നു 27. ഇതിൻ്റെ ഇടയിലായിട്ടൊരു 0 കൊടുക്കുന്നു. 207. കറക്റ്റാണ്. അങ്ങനെയാണ് അവർ കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് 13 into 7 ആണ്. 7 3 21 1 ശിഷ്ടം ബാലൻസ് 2. 1 into 7 plus 2 9, 91 എന്ന് കിട്ടി. ഇതിനെ ആദ്യം തിരിച്ചിടുന്നു. 19 എന്ന് ഇട്ടു. അതിൻ്റെ ഇടയിലായിട്ടൊരു 0 കൊടുക്കുന്നു. ആൻസർ 109. 109 ഓപ്ഷൻ 4. ക്ലിയർ ആണല്ലോ പറഞ്ഞത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ദ പ്രൈസ് ഓഫ് ആൻ ആർട്ടിക്കിൾ ഡിപ്രിസിയേഷൻ 10% പെർ ഇയർ. ഒരു സാധനത്തിൻ്റെ പ്രൈസ് ഓരോ വർഷവും 10% വീതം കുറയുന്നു. ഓരോ വർഷവും 10% വീതം എന്ത് ചെയ്യുന്നു? കുറയുന്നു. ഇഫ് ദ പ്രസൻറ്റ് പ്രൈസ് ഓഫ് ദി ആർട്ടിക്കിൾ ഈസ് 1,62,000, ദെൻ ഫൈൻഡ് ദ പ്രൈസ് ഓഫ് ദി ആർട്ടിക്കിൾ ബിഫോർ 2 years. ഇപ്പോൾ ആ സാധനത്തിൻ്റെ വില 1,62,000 ആണെങ്കിൽ 2 വർഷത്തിന് മുമ്പ് ആ സാധനത്തിൻ്റെ വില എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ. എന്തൊക്കെ പറഞ്ഞു ക്വസ്റ്റ്യനകത്തിൽ? ഓരോ വർഷവും 10% വെച്ച് എന്ത് ചെയ്യുന്നു? വില കുറയുന്ന ഒരു വസ്തു. ഇപ്പോൾ ആ വസ്തുവിന് 1,62,000 രൂപ വിലയെങ്കിൽ 2 വർഷത്തിന് മുമ്പ് ആ സാധനത്തിന് എത്ര രൂപയായിരുന്നു വില എന്നാണ് ക്വസ്റ്റ്യൻ. അല്ലേ? 10% കുറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? 100-ൽ നിന്നും ഈ 10നെ കുറയ്ക്കണം. 100-ൽ നിന്നും 10നെ കുറയ്ക്കണം. ഓക്കെ, അത് പറയുന്നതിന് മുമ്പായിട്ട് ഈ സാധനത്തിൻ്റെ വിലയെ നമുക്ക് എക്സ് എന്നെടുക്കണം. സാധനത്തിൻ്റെ വിലയെ എക്സ് എന്നെടുക്കാം. അപ്പോൾ ദേ കൺസിഡർ ചെയ്യുക. ഇപ്പോൾ ഈ 2 വർഷത്തിന് മുമ്പുള്ളൊരു കേസായിട്ട് നമ്മൾ പറയുകയാണ്. ആദ്യം നമുക്ക് ഈ സാധനത്തിൻ്റെ വില എക്സ് ആയിരുന്നു. ആദ്യത്തെ വർഷം എന്ത് ചെയ്തു? 10% ഇതിൽ നിന്നും കുറഞ്ഞു. 10% കുറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? നമ്മൾ എക്സ് ഇൻറ്റു 10% കുറഞ്ഞു കഴിഞ്ഞാൽ 100-ൽ നിന്നും 10 കുറയ്ക്കണം. 90 ഡിവൈഡ് ബൈ 100. ഇതാണ് ഒരു വർഷം കഴിഞ്ഞാലുള്ള വസ്തുവിൻ്റെ വില. അപ്പം വസ്തുവിൻ്റെ അല്ലെങ്കിൽ ആർട്ടിക്കിളിൻ്റെ ആദ്യത്തെ പ്രൈസ് എന്ന് പറയുന്നത് എക്സ് ആണ്. ഒരു വർഷം കഴിയുമ്പോൾ 1 ഇയർ കഴിഞ്ഞപ്പോൾ അതിൻ്റെ വില എന്തായി? എക്സ് ഇൻറ്റു 90 ഡിവൈഡ് ബൈ 100 ആയി. കാരണം നമ്മൾ പറഞ്ഞു 10% കുറയും എന്ന് പറഞ്ഞു. ഇനി രണ്ടാമത്തെ വർഷം വീണ്ടും എന്ത് ചെയ്യും? അന്നത്തെ വിലയുടെ വീണ്ടും 10% കുറയും. അപ്പം എന്തേ നോക്കിയേ, ഒന്നാമത്തെ വർഷം 10% കുറഞ്ഞപ്പോൾ വില എന്തായി? എക്സ് ഇൻറ്റു 90 ഡിവൈഡ് ബൈ 100 ആയി. ഇനി രണ്ടാമത്തെ വർഷത്തെ വില എന്ന് പറയുന്നത് ഇതാണ് അല്ലേ? ഇതിൻ്റെ വീണ്ടും 10% കുറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ വർഷത്തെ വില എക്സ് ഇൻറ്റു 90 ഡിവൈഡ് ബൈ 100 ആണ്. അതിൻ്റെ വീണ്ടും 10% രണ്ടാമത്തെ വർഷം കുറയുന്നത്. അതുകൊണ്ട് നമുക്ക് വീണ്ടും ഒരു 10% കുറയ്ക്കേണ്ടതായിട്ടുണ്ട്. ഇൻറ്റു 90 ഡിവൈഡ് ബൈ 100 എന്ന് എഴുതാം. ക്ലിയർ ആണോ? ഇതാണ് 2 വർഷത്തേക്കും കൂടെ കുറയുന്നത് ആകെ. അപ്പോൾ എക്സ് എന്ന് പറയുന്ന കാശ് 2 വർഷം കഴിയുമ്പോൾ ഇത്രയും കാശാവും അല്ലേ? അതെന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. 2 വർഷം കഴിയുമ്പോൾ അത് 1,62,000 ആയി എന്ന് പറഞ്ഞിട്ടുണ്ട്. 1,62,000 ആയി എന്ന് പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ ആണോ? ഇനി ഇതങ്ങ് ചെയ്താൽ മതി. ഇതേ 0 ക്യാൻസൽ ചെയ്ത് 0 ക്യാൻസൽ ചെയ്ത് 9 into 9 81 എക്സ് ഡിവൈഡ് ബൈ 10 into 10 100 ഈക്വൽ ടു 1,62,000 എന്ന് കിട്ടി. ഓക്കെ, ഇവിടെ എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എക്സ് ഈക്വൽ ടു 1,62,000 ഇൻറ്റു 100 ഡിവൈഡ് ബൈ 81 എന്ന് വെച്ചാൽ ഇവിടുത്തെ 81 ഗുണിച്ചിരിക്കുന്ന 81 ഈക്വൽ ടുൻ്റെ ഇപ്പുറത്തേക്ക് വരുമ്പം ഡിവിഷൻ ആകും. ഇവിടെ ഡിവൈഡ് ചെയ്തേക്കുന്ന 100 ഈക്വൽ ടുൻ്റെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താവും? ഇൻറ്റു ആകും. അതാണ് 100 ഡിവൈഡ് ബൈ 81 എന്ന് എഴുതിയേക്കുന്നത്. ക്ലിയർ ആണോ? ഇനി ഇതൊന്ന് ചെയ്ത് നോക്കിയേ.
ഇത് 81 ഇൻറ്റു 2 ആണ് 162. 81 ഇൻറ്റു 2 161. അപ്പോൾ ഇത് 2000 എന്നായി. 2000 ഇൻറ്റു 100 2 ലാക്ക് ആയി. 2 ലാക്ക്. ക്ലിയർ ആണോ പറഞ്ഞേക്കുന്നത്? 2 ലാക്ക്. ക്ലിയർ ആയോ? ക്ലിയർ ആണല്ലോ. ഓക്കെ, നമ്മൾ ഏത് രീതിയിൽ അത് ചെയ്തേക്കുന്നത്? കൂട്ടുപലിശ എന്നുള്ള രീതിയിലാണ്. ഓരോ വർഷവും 10% കുറയുന്നു എന്ന് പറയുമ്പോൾ കൂട്ടുപലിശ രീതിയിലാണ് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എ, ബി ആൻഡ് സി ഇൻവെസ്റ്റ് ഇൻ എ ഫേം ഔട്ട് ഓഫ് ദ ടോട്ടൽ പ്രോഫിറ്റ് Rs 15,000. A and B got Rs 4,500 and 5,500 respectively. If the total investment was Rs 24,000, then find the investment done by C. എന്താ പറഞ്ഞേക്കുന്നത്? എയും ബിയും സിയും കൂടെ ചേർന്ന് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. എയും ബിയും സിയും കൂടെ ഒരു കാര്യത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. അപ്പോൾ അവർക്ക് കിട്ടിയ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 15,000 രൂപയാണ്. പ്രോഫിറ്റ് എത്രയാണ്? 15,000 രൂപ. എഴുതി വെച്ചോ, പ്രോഫിറ്റ് 15,000 രൂപ. പ്രോഫിറ്റ് 15,000 രൂപ. അതിൽ എയുടെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഈ 3 പേരുടെയും കൂടെ പ്രോഫിറ്റാണ് 15,000 രൂപ. ഈ 15,000-ത്തിൽ എയുടെ പ്രോഫിറ്റ് എത്രയാ? 4,500. എയുടെ പ്രോഫിറ്റ് 4,500. ബിയുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 5,500 ആണ്. ബിയുടെ പ്രോഫിറ്റ് 5,500 ആണ്. അപ്പം മൊത്തം ലാഭം 15,000 രൂപ. അതിൽ എയുടെ പ്രോഫിറ്റ് 4,500, ബിയുടെ പ്രോഫിറ്റ് 5,500. ബാക്കി പോകുന്നത് ആരുടെ പ്രോഫിറ്റ് ആയിരിക്കും? സിയുടെ പ്രോഫിറ്റ് ആയിരിക്കും അല്ലേ? 15,000-ൽ നിന്നും എയുടെ പ്രോഫിറ്റ് 4,500-ഉം ബിയുടെ പ്രോഫിറ്റായ 5,500-ഉം മാറിക്കഴിഞ്ഞാൽ ബാക്കി അവശേഷിക്കുന്ന സിയുടെ പ്രോഫിറ്റ് ആയിരിക്കും, ലാഭമായിരിക്കും അല്ലേ? നോക്കിയാൽ 4,500 പ്ലസ് 5,500 എത്ര കിട്ടും നമുക്ക്? 10,000 കിട്ടും. 15,000 മൈനസ് 10,000 എത്ര കിട്ടും നമുക്ക്? 5,000 എന്ന് കിട്ടും. ഈ 5,000 എന്ന് പറയുന്നത് ആരുടെ പ്രോഫിറ്റാണ്? സിയുടെ പ്രോഫിറ്റാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചു. 5,000 എന്ന് പറയുന്നത് സിയുടെ പ്രോഫിറ്റാണ്. ഇനി ഇവരുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇവർ ഈ കാര്യത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന ടോട്ടൽ കാശ് എന്ന് പറയുന്നത് 24,000 ആണെങ്കിൽ സിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഇവർ ആകെ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന 24,000 രൂപയാണ്. ഇവർ 3 പേരും കൂടെ ഇട്ടേക്കുന്ന പൈസ എന്ന് പറയുന്നത് 24,000 ആണെങ്കിൽ എന്താണ് സിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം, നമ്മൾ എത്ര ശതമാനം വീതമാണ് മുതൽ മുടക്കുന്നത് അല്ലെങ്കിൽ മുടക്കുമുതൽ നമ്മൾ ഇടുന്നത്, അതിനനുസരിച്ചായിരിക്കും നമുക്ക് പ്രോഫിറ്റ് ഷെയർ കിട്ടുന്നത് അല്ലേ? നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിൽ എത്ര ഷെയർ ആണോ ഇടുന്നത് അതേ ഷെയർ അനുസരിച്ചായിരിക്കും നമുക്ക് പ്രോഫിറ്റിലും കിട്ടുന്നത്. ഇവിടെ നോക്കി, ഇവർ 3 പേരും തമ്മിലുള്ള ഷെയർ എന്ന് പറയുന്നത്, ഇവരുടെ 3 പേരുടെ ലാഭവിഹിതം നമുക്ക് തന്നു. 15,000 രൂപ ലാഭം കിട്ടിയാൽ അതിൽ 4,500 രൂപ എയ്ക്കാണ്, 5,500 രൂപ ബിക്കാണ്, സിക്ക് 5,000 രൂപയാണ്. ഇതേ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ ഈ ലാഭം വീതിച്ചെടുത്തത് ഏത് അനുപാതത്തിലാണോ അതേ അനുപാതത്തിലായിരിക്കും നമ്മൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതും. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഇവരുടെ ലാഭത്തിൻ്റെ ശതമാനം അല്ലെങ്കിൽ ലാഭവിഹിതം തമ്മിലുള്ള ആ ഒരു റേഷ്യോ നമുക്കൊന്ന് കണ്ടുപിടിക്കാം. ഇതേ നോക്കിയേ, റേഷ്യോ കണ്ടുപിടിക്കാൻ എന്താ? 4,500 ഈസ്റ്റു 5,500 ഈസ്റ്റു 5,000. ഇതാണ് അവരുടെ ലാഭം തമ്മിലുള്ള അനുപാതം എന്ന് പറയുന്നത് അല്ലേ? ഇവിടുത്തെ 0 എല്ലാം ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. 0 ക്യാൻസൽ ചെയ്തു. എല്ലാത്തിനെയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇവിടെ 9 കിട്ടും, ഇവിടെ 11 കിട്ടും, ഇവിടെ 10 കിട്ടും അല്ലേ? 10 കിട്ടും. ക്ലിയർ ആണോ? അപ്പോൾ എയും ബിയും സിയും തമ്മിലുള്ള ലാഭവിഹിതം എന്ന് പറയുന്നത് 9:11:10 ആണ്. അതേ ശതമാനത്തിലാണ് ഇവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതേ ശതമാനത്തിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് 24,000 ആണെങ്കിൽ സിയുടെ ഇൻവെസ്റ്റ് എത്ര ആണെന്ന് ചോദിച്ചിരിക്കുന്നത്. സിയുടെ റേഷ്യോ എന്ന് പറയുന്നത് 10 ആണ് അല്ലേ? അപ്പോൾ നമുക്ക് സിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ആകെ തന്നിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടല്ലോ 24,000, അതിൽ സിയുടെ ഭാഗം എത്ര ആണെന്ന് കണ്ടുപിടിച്ചാൽ മതി. ഭാഗം കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുന്നത്? നമ്മൾ നോക്കിയേ, ഇവിടെ തന്നിരിക്കുന്ന റേഷ്യോസ് എല്ലാം കൂടെ കൂട്ടും. 9 + 11 + 10 എത്ര കിട്ടും നമുക്ക്? 30 എന്ന് കിട്ടും അല്ലേ? 30-ൽ 10 ഭാഗമാണ് സിയുടെ ലാഭം. 30-ൽ 10, അതാണ് ഇതിനർത്ഥം. 30-ൽ 10 ഭാഗമാണ് സിയുടെ ലാഭം. 30-ൽ 11 ആണ് ബിയുടെ ലാഭം. 30-ൽ 9 ആണ് എയുടെ ലാഭം.
ഓക്കെ, അപ്പോൾ ഇവർ ഏത് അനുപാതത്തിലാണോ ലാഭം വീതിച്ചെടുക്കുന്നത് അതേ അനുപാതത്തിലായിരിക്കും ഇവർ ഷെയർ ഇട്ടിരിക്കുന്നത് ഇവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ്. അങ്ങനെയാണെങ്കിൽ 30-ൽ 10 ഭാഗം ആരുടെ ഇൻവെസ്റ്റ് ആയിരിക്കും? സിയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും. അത് കണ്ടുപിടിക്കണം. അതിന് എന്ത് ചെയ്യണം? 24,000 ഇൻറ്റു 10 ഡിവൈഡ് ബൈ 30. 0 ക്യാൻസൽ ചെയ്തു. 3ഉം 24ഉം കൂടെ ക്യാൻസൽ ചെയ്താൽ 8, 8,000. അപ്പം സി ഇട്ടിരിക്കുന്ന ക്യാഷ് എന്ന് പറയുന്നത് 8,000 രൂപയാണ്. സിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് 8,000 രൂപ. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇൻ ദ ഗ്രൂപ്പ് ഓഫ് 85 പീപ്പിൾ സ്പീക്ക് 3 ലാംഗ്വേജ്, ഇംഗ്ലീഷ്, ഫ്രഞ്ച് ആൻഡ് ജാപ്പനീസ്. 15 people speak only the French language, 10 people speak only the English language, 10 people speak both French and English language, 20 people speak both Japanese and French language, and 15 people speak both English and Japanese language. 10 people speak all 3 kind of language. Find how many people speak only Japanese language. മനസ്സിലായോ? ക്വസ്റ്റ്യൻ മനസ്സിലായെങ്കിൽ ദേ ഇങ്ങോട്ട് നോക്കി ഞാൻ പറഞ്ഞുതരാം. ഇവിടെ 85 ആൾക്കാരുണ്ട്. 85 ആൾക്കാരുണ്ട്. അവർ 3 ഭാഷകളാണ് സംസാരിക്കുന്നത്. ഏതൊക്കെയാണ്? ഇംഗ്ലീഷ് സംസാരിക്കും, ഫ്രഞ്ച് സംസാരിക്കും, ജാപ്പനീസ് സംസാരിക്കും. ഓക്കെ, ഇംഗ്ലീഷ്, ഫ്രഞ്ച്, ജാപ്പനീസ്. ഇംഗ്ലീഷ് സംസാരിക്കും, ഫ്രഞ്ച് സംസാരിക്കും, ജാപ്പനീസ് സംസാരിക്കുന്നു. ഇതിനകത്ത് ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്നത്, ഓക്കെ, ആദ്യം ഫ്രഞ്ചിൻ്റെ കാര്യമാണ്. ഫ്രഞ്ച് മാത്രം സംസാരിക്കുന്നത് 15 പേര്. ഫ്രഞ്ച് മാത്രം സംസാരിക്കുന്ന ആൾക്കാരുടെ എണ്ണം 15 ഫ്രഞ്ച് മാത്രം സംസാരിക്കുന്ന ആൾക്കാരുടെ എണ്ണം 15. 10 പേര് ഇംഗ്ലീഷ് മാത്രം സംസാരിക്കും. 10 പേര് ഇംഗ്ലീഷ് മാത്രം സംസാരിക്കും. ഓക്കെ ആണോ? ഇനി ഇംഗ്ലീഷും ഫ്രഞ്ചും ഇംഗ്ലീഷും കൂടെ സംസാരിക്കുന്നത് 15 പേര്. ഫ്രഞ്ചും ഇംഗ്ലീഷും കൂടെ 10 പേര്. ഫ്രഞ്ചും ഇംഗ്ലീഷും കൂടെ സംസാരിക്കുന്നത് 10 പേരാണ്. ഫ്രഞ്ചും ഇംഗ്ലീഷും കൂടെ സംസാരിക്കുന്നത് 10 പേരാണ്. 20 people speak both ജാപ്പനീസ് ആൻഡ് ഫ്രഞ്ച്. ജാപ്പനീസും ഫ്രഞ്ചും കൂടെ സംസാരിക്കുന്നത് 20 പേര്. ഓക്കെ ആണോ? ഇനി 15 people സ്പീക്ക് ബോത്ത് ഇംഗ്ലീഷ് ആൻഡ് ജാപ്പനീസ്. ഇനി ഇംഗ്ലീഷും ജാപ്പനീസും കൂടെ സംസാരിക്കുന്നത് 15 പേര്. ഇംഗ്ലീഷും ജാപ്പനീസും കൂടെ സംസാരിക്കുന്നത് 15 പേര്. അങ്ങനാണെങ്കിൽ 10 people സ്പീക്ക് ബോത്ത് 10 people സ്പീക്ക് ഓൾ 3 kinds ഓഫ് ലാംഗ്വേജ്. ഈ 3 ലാംഗ്വേജും സംസാരിക്കുന്നത് 10 പേര്. 3 ലാംഗ്വേജും കൂടെ സംസാരിക്കുന്നത് 10 പേര്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ജാപ്പനീസ് മാത്രം സംസാരിക്കുന്ന ആളിൻ്റെ എണ്ണം എത്രയാണ്? ഓക്കെ, ഇതിന് നമുക്ക് വെൻ ഡയഗ്രം ഉപയോഗിച്ചൊന്ന് വരച്ച് നോക്കാം. ദേ ഞാൻ 3 ലാംഗ്വേജ് ഇവിടെ പറയാം. ദേ ഇത് ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഓക്കെ, ക്ലിയർ ആണോ? ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഓക്കെ, ദേ അടുത്ത് ഞാൻ വരയ്ക്കുന്നു ഫ്രഞ്ച് ലാംഗ്വേജ്. അടുത്ത് ഞാൻ വരയ്ക്കുന്നു ജാപ്പനീസ് ലാംഗ്വേജ്. ഓക്കെ, ജാപ്പനീസ് ലാംഗ്വേജ്. ഇവിടെ നോക്കിയേ, ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്നത് 10 പേര്. ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്ന 10 പേര്. ഈ ഭാഗം 10 പേരുണ്ട്. ഇനി ഫ്രഞ്ച് മാത്രം സംസാരിക്കുന്നത് 15 പേര്. ഇംഗ്ലീഷും ഫ്രഞ്ചും കൂടെ സംസാരിക്കുന്നത് 10 പേര്. ഇനി ഫ്രഞ്ചും ജാപ്പനീസും കൂടെ സംസാരിക്കുന്നത് 15 പേര്. 20 പേര്. ഫ്രഞ്ചും ജാപ്പനീസും കൂടെ 20 പേര്. ഇനി മൂന്നും കൂടെ സംസാരിക്കുന്നത് 10 പേര്. അതാണ് ഈ ചെറിയ ഭാഗം. കണ്ടോ, 3 സർക്കിളും കൂടെ വരുന്നതാണ് ചെറിയ ഭാഗം. 3 കൂടെ സംസാരിക്കുന്നത് 10 പേര്. ഇനി ഇംഗ്ലീഷും ജാപ്പനീസും കൂടെ സംസാരിക്കുന്നത് 15 പേര്. അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുന്ന നമ്പർ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അതിനെന്ത് ചെയ്താൽ മതി? ഇത് ഇത്രയും കൂടെ, ഈ തന്നിരിക്കുന്ന ഇത്രയും നമ്പറും കൂടെ അങ്ങ് കൂട്ടുക. 10ഉം 10ഉം 20, 10ഉം 30, 30ഉം 60, 10ഉം 60, 20ഉം 80. ടോട്ടൽ ആളുകളുടെ എണ്ണം 85. പക്ഷേ ഇവിടെ 80 ആൾക്കാരുടെ കാര്യം പറഞ്ഞു. ബാക്കി 5 ആൾക്കാരുടെ കാര്യം നമ്മൾ ഇതുവരെ പറഞ്ഞില്ല. ആ ആൾ ആരായിരിക്കും? ജാപ്പനീസ് മാത്രം സംസാരിക്കുന്ന ആളായിരിക്കും ആ 5 പേര്. ക്ലിയർ ആണോ? അത്രയേ ഉള്ളൂ. ജസ്റ്റ് എല്ലാം കൂടെ കൂട്ടുക, 85ൽ നിന്ന് കുറയ്ക്കുക. ഓക്കെ, അതേ നോക്കിയേ. ദ present ratio of age of 2 brothers 5:4. If the ratio of their ages become 11:9 after 3 years, then what is the present age of the younger brothers? നോക്കിയേ, 2 ബ്രദേഴ്സ് തമ്മിലുള്ള ഇപ്പോഴത്തെ റേഷ്യോ, 2 ബ്രദേഴ്സിൻ്റെ വയസ്സിൻ്റെ ഇപ്പോഴത്തെ റേഷ്യോ എന്ന് പറയുന്നത്, ഇപ്പോഴത്തെ റേഷ്യോ 5:4 ആണ്. 5:4 ആണ് ഇപ്പോഴത്തെ റേഷ്യോ എന്ന് പറയുന്നത്. 5:4 ആണ്.
ദെയർ ഏജ് ബിക്കം 11:9 ആഫ്റ്റർ 3 ഇയേഴ്സ്. 3 വർഷം കഴിയുമ്പോൾ ഇവരുടെ റേഷ്യോ എന്താവും? 11:9 എന്നാവും. അപ്പോൾ ഇപ്പോഴത്തെ അവരുടെ വയസ്സ് 5ഉം 4ഉം ആണെങ്കിൽ, ഇപ്പോൾ ഇവരുടെ വയസ്സ് 5ഉം 4ഉം, ഇതാണ് റേഷ്യോ 5:4. ഇപ്പോഴത്തെ അവരുടെ റേഷ്യോ 5:4 ആണെങ്കിൽ നമുക്കിതിനെ പറയാം ഇപ്പോഴത്തെ അവരുടെ വയസ്സെന്ന് പറയുന്നത് 5x-ഉം 4x-ഉം ആണ്. ഇപ്പോഴത്തെ അവരുടെ വയസ്സ് എന്ന് പറയുന്നത് 5x-ഉം 4x-ഉം ആണ്. ഇപ്പോഴത്തെ അവരുടെ പ്രസൻറ്റ് ഏജ് 5x-ഉം 4x-ഉം ആണ്. ക്ലിയർ ആണല്ലോ? ഇതാണ് ഈ നമുക്ക് റേഷ്യോ തന്നാൽ നമ്മൾ എന്താ പറയേണ്ടത്? റേഷ്യോ മീൻസ് ഏതോ ഒരു നമ്പറിനെ കൊണ്ട് പൊതുവായിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നു എന്നാണ് അർത്ഥം. അതായത് റേഷ്യോയിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ എന്ത് ചെയ്താൽ മതി? ഒരു കോമൺ നമ്പർ വെച്ച് ഇൻഡ്യൂ ചെയ്താൽ മതി. നമ്മൾ സാധാരണയായിട്ട് കോമൺ നമ്പറായിട്ട് എക്സ് എടുക്കുന്നുണ്ട്. അതായത് എയുടെ വയസ്സ് 5x-ഉം ബിയുടെ വയസ്സ് 4x-ഉം ആണ്. ഇപ്പോഴത്തെ അവരുടെ വയസ്സാണ് പറഞ്ഞിരിക്കുന്നത്. 3 വർഷം കഴിയുമ്പോൾ എയുടെ വയസ്സ് എന്താവും? 3 വയസ്സും കൂടെ കൂടും അല്ലേ? എന്ന് വെച്ചാൽ 5x-ൻ്റെ കൂടെ 3 കൂടും. അതേപോലെ അടുത്ത ആളുടെയും വയസ്സ് എന്ത് ചെയ്യും? 3 വയസ്സ് കൂടും അല്ലേ? 3 വർഷം കഴിയുമ്പോൾ 3 വയസ്സ് കൂടും. അപ്പോൾ 3 വർഷം കഴിയുമ്പോൾ ഇവരുടെ വയസ്സ് എന്തായി? ഒരാളുടെ വയസ്സ് 5x + 3യുമായി, രണ്ടാമത്തെ ആളുടെ വയസ്സ് 4x + 3യുമായി. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? 3 വർഷം കഴിയുമ്പോൾ അവരുടെ വയസ്സുകൾ തമ്മിലുള്ള റേഷ്യോ 11:9 ആകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദേ നോക്കിയേ, അവരുടെ വയസ്സ് തമ്മിലുള്ള റേഷ്യോ 3 വർഷം കഴിഞ്ഞപ്പോൾ ഒരാളുടെ വയസ്സ് 5x + 3 ആയി, മറ്റേ ആളുടെ വയസ്സ് 4x + 3 ആയി. അവർ തമ്മിലുള്ള റേഷ്യോ എന്ന് പറഞ്ഞാൽ 5x + 3 ഡിവൈഡ് ബൈ 4x + 3 ആണ്. ഈക്വൽ ടു ഈ റേഷ്യോ എത്ര ആണെന്ന് പറഞ്ഞിട്ടുണ്ട്? 11:9 ആണെന്ന് പറഞ്ഞു. അതായത് 11/9 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇത്രയും കാര്യം എഴുതിയല്ലോ. ഇനി ഇതിൽ നിന്ന് നമുക്ക് ആരെ കണ്ടുപിടിച്ചാൽ മതി? എക്സ് കണ്ടുപിടിച്ചാൽ മതി അല്ലേ? എക്സ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴത്തെ പ്രായം കിട്ടും. 4x-ഉം 5x എത്ര ആണെന്ന് കിട്ടും അല്ലേ? എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും? 2 ഫ്രാക്ഷനാണ് തന്നിരിക്കുന്നത്. ഈക്വൽ ടു ഇട്ട് തന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യണം. 5x + 3 × 9 5x + 3 × 9 ഈക്വൽ ടു 11 × 4x + 3 അല്ലേ? ഇത് നോക്കിയാൽ 5x × 9, ഈ 9നെ 2 പേരെ കൊണ്ടും ഗുണിക്കണം അല്ലേ? ആദ്യം 5x കൊണ്ട് 9നെ ഗുണിക്കുമ്പോൾ 45x എന്ന് കിട്ടും. പ്ലസ് 3യെ 9 കൊണ്ട് ഗുണിക്കുമ്പോൾ 27 എന്ന് കിട്ടും. ഈക്വൽ ടു അതേപോലെ ഇവിടെ 11നെയും 2 പേരെ കൊണ്ട് ഗുണിക്കണം. 4xനെ ഗുണിക്കുമ്പോൾ 44x എന്ന് കിട്ടും. പ്ലസ് 3യെ ഗുണിക്കുമ്പോൾ എത്ര കിട്ടും? 33 എന്നും കിട്ടും. ക്ലിയർ ആണോ? ഇനി എക്സ് ഉള്ള ടേമെല്ലാം ഒരു സ്ഥലത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ 45x, ഇവിടുത്തെ 44x പ്ലസ് ആണ്. ഈക്വൽ ടുൻ്റെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താവും? അത് -44x ആവും. ഈക്വൽ ടു ഇവിടെ ഓൾറെഡി 33 കിടപ്പുണ്ട്. ഈ 27നെ നമ്മൾ ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ +27 എന്താവും? -27 ആവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം 45xൽ നിന്ന് 44x പോയി കഴിഞ്ഞാൽ ബാക്കി 1x. ആ 1x എന്ന് പറയുന്നത് എത്രയായിരിക്കും? 33 - 27 6 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ എക്സിൻ്റെ വാല്യൂ കിട്ടി എത്രയാണ്? 6 എന്ന് കിട്ടി. എക്സിൻ്റെ വാല്യൂ 6. അപ്പോൾ ഇപ്പോഴത്തെ രണ്ടുപേരുടെയും വയസ്സെന്ന് പറയുന്ന ഒരാളുടെ വയസ്സ് 5x-ഉം രണ്ടാമത്തെ ആളുടെ വയസ്സ് 4x-ഉം ആണ്. 5x-ഉം 4x-ഉം ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രസൻറ്റ് ഏജ് ഓഫ് ദി യങ്ങർ ബ്രദർ? താഴെയുള്ള അല്ലെങ്കിൽ ചെറിയ ആളുടെ വയസ്സ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചെറിയ ആളുടെ വയസ്സ് എന്തായിരിക്കും? 4x ആയിരിക്കും. നമുക്കറിയാം 5x-ഉം 4x-ഉം ഇതാണ് രണ്ടുപേരുടെയും വയസ്സ്. അതിൽ ചെറിയ ആളുടെ വയസ്സ് എന്തായിരിക്കും? 4x ആയിരിക്കും. അതായത് 4 × x നമ്മൾ കണ്ടുപിടിച്ചു 6. 6 4 24 വയസ്സ്. ഓപ്ഷൻ ഡി. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. Pointing to Rahul, Sohan said, he is the husband of my wife's only daughter. How Rahul related to Sohan? എന്താ പറഞ്ഞിരിക്കുന്നത്? സോഹൻ രാഹുലിനെ പോയിന്റ് ചെയ്ത് പറയുകയാണ്. രാഹുലിനെ നോക്കിയിട്ട് അല്ലെങ്കിൽ രാഹുലിനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുകയാണ്, ഹീ ഈസ് ദ ഹസ്ബൻഡ് ഓഫ് മൈ വൈഫ്സ് ഓൺലി ഡോട്ടർ. എൻ്റെ ഭാര്യയുടെ ഡോട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയുടെ ഡോട്ടർ എന്ന് മകള് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുടെ മകള് തന്നെ? സോഹൻ്റെ മകള് തന്നെയാണ്. സോഹൻ്റെ ഡോട്ടർ തന്നെയാണ്. ആ ഡോട്ടറിൻ്റെ ഹസ്ബൻഡാണ്. ഡോട്ടറിൻ്റെ ഹസ്ബൻഡ് എന്ന് വെച്ചാൽ ആരായിരിക്കും? മരുമകൻ അല്ലേ? സൺ ഇൻ ലോ ആയിരിക്കും. ആൻസർ സൺ ഇൻ ലോ. ക്ലിയർ ആണല്ലോ? ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഫൈൻഡ് ദ ആവറേജ് ഓഫ് ദ നമ്പർ 5, 8, 0, 12 ആൻഡ് 15. എന്താ ആവറേജ് കാണാനുള്ള ഇക്വേഷൻ? ആവറേജ് ഈക്വൽ ടു ടോട്ടൽ ഡിവൈഡ് ബൈ നമ്പർ ആണ് അല്ലേ? ഇവിടെ ഇത്രയും നമ്പർ തന്നിട്ടുണ്ട്. ഈ നമ്പറിൻ്റെ ആവറേജ് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? ഇത്രയും നമ്പറിൻ്റെ ടോട്ടൽ കാണുക. 5 + 8 + 0 + 12 + 15.
ഓക്കെ, സീറോയും കണക്ക് കൂട്ടണേ, സീറോ എടുത്ത് കളയരുത്. സീറോയും കണക്ക് കൂട്ടിയിട്ട് ഇതിൻ്റെ ഇത്രയും ടോട്ടൽ എടുക്കുക. ഈ ടോട്ടലിനെ നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യണം. എത്ര നമ്പറുണ്ട് ഇവിടെ? 5. എത്ര നമ്പറുണ്ട്? 1 2 3 4 5. 5 നമ്പറുണ്ട് അല്ലേ? 5 നമ്പേഴ്സാണ് തന്നിരിക്കുന്നത്. ആ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, 5 + 8 + 12 + 15 എത്ര കിട്ടും നമുക്ക്? 15 + 15 20. 8 + 12 20. 20 40. 40 ഡിവൈഡ് ബൈ 5 8 എന്ന് കിട്ടി. ക്ലിയർ ആണോ പറഞ്ഞേക്കുന്നത്? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ ആവറേജ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിവൈഡ് ബൈ നമ്പർ ആണ്. ഓക്കെ, സെലക്ട് ദ മിസ്സിംഗ് നമ്പർ ഫ്രം ദി ഗിവൺ സീരീസ്. താഴെ ഒരു സീരീസ് കൊടുക്കുന്നുണ്ട്, അതിൻ്റെ മിസ്സിംഗ് നമ്പർ കണ്ടുപിടിക്കണം. 0 6 0 6 20 42. ഓക്കെ, അടുത്ത നമ്പർ കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ് തന്നിരിക്കുന്ന നമ്പേഴ്സിന് തമ്മിലുള്ള ബന്ധം എന്ന് കണ്ടുപിടിക്കുക. അത് നോക്കിയേ, 0 മുതൽ 6 കണ്ടോ, 0 6 ആകണമെങ്കിൽ എത്ര കൂട്ടണം? 6 കൂട്ടണം. ക്ലിയർ ആണോ? ഇനി 6ഉം 20 ആകണമെങ്കിൽ, അല്ലെങ്കിൽ 20ഉം 6നെയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എത്ര? 6ൻ്റെ കൂടെ 14 കൂട്ടണം. ഇനി 20ഉം 42ഉം എത്ര കൂട്ടണം? 22 കൂട്ടണം അല്ലേ? 22 കൂട്ടണം. ക്ലിയർ ആണോ പറഞ്ഞേക്കുന്നത്? ഓക്കെ, ഇനി നോക്കിയേ, 6ഉം 14ഉം തമ്മിലുള്ള വ്യത്യാസം എത്ര? 6ഉം 14ഉം തമ്മിലുള്ള വ്യത്യാസം 6ൻ്റെ കൂടെ 8 കൂട്ടിയാലാണ് 14 കിട്ടുക. ഇനി 14ൻ്റെ കൂടെ 8 കൂട്ടിയാലാണ് 22 കിട്ടുക. അപ്പം കണ്ടോ, രണ്ടാമത്തെ വരിയിൽ നമുക്ക് ഡിഫറൻസ് സെയിം ആണെന്ന് കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 22ൻ്റെ കൂടെ 8 കൂട്ടണം അല്ലേ? 22ൻ്റെ കൂടെ 8 കൂട്ടുമ്പോൾ ഇവിടെ 30 എന്ന് കിട്ടും. 30 എന്തായി? 30 എന്ന് പറഞ്ഞാൽ 42ൻ്റെ കൂടെ 30 കൂട്ടുമ്പോഴാണ് ഇവിടുത്തെ നമ്പർ കിട്ടുന്നത്. 42ൻ്റെ കൂടെ 30 കൂട്ടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഇവിടുത്തെ നമ്പർ കിട്ടുന്നത്. 42ൻ്റെ കൂടെ 30 കൂട്ടുമ്പോൾ എത്ര കിട്ടും? നമുക്ക് 72 എന്ന് കിട്ടും. ഓപ്ഷൻ 1. ക്ലിയർ ആണോ പറഞ്ഞേക്കുന്നത്? അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം നമ്മൾ എടുക്കുമ്പോൾ അതിനകത്ത് കോമൺ ഡിഫറൻസ് ഒന്നും കാണുന്നില്ലെങ്കിൽ ഒന്നും കൂടെ വ്യത്യാസം കണ്ടുപിടിക്കുക കേട്ടോ. ഇങ്ങനെയും ഒന്ന് ചെയ്ത് നോക്കണം. 2-3 തവണ താഴേക്കൊന്ന് വ്യത്യാസം കണ്ടുപിടിച്ച് ഡിഫറൻസ് നോക്കണം കേട്ടോ. ഓക്കെ, ഫൈൻഡ് ഹൗ മെനി ഓഡ് ഫാക്ടേഴ്സ് ആർ ദെയർ ഇൻ ദ നമ്പർ 1214. ദേ നോക്കി വെച്ചേക്കുക കേട്ടോ. ഹൗ മെനി ഓഡ് ഫാക്ടേഴ്സ് ആണ് ചോദിക്കുന്നത്. ഹൗ മെനി ഓഡ് ഫാക്ടേഴ്സ്. ദേ ഇതിനകത്തുള്ളൊരു ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ കണ്ടുപിടിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ 1240 ഒന്ന് ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കാം. ഓക്കെ, ആദ്യം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 620 എന്ന് കിട്ടുന്നു. വീണ്ടും 2 കൊണ്ട് ചെയ്യുന്നു, 310 എന്ന് കിട്ടുന്നു. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? 2 കൊണ്ട് ചെയ്യുന്നു, 155 എന്ന് കിട്ടുന്നു. പിന്നെ നമ്മൾ 5 കൊണ്ട് ചെയ്യുന്നു, 31 എന്ന് കിട്ടുന്നു. നോക്കി, ഇത് ഇത്രയാണ് നമ്മുടെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. 2 2 2 5 31. ഇത് ഇത്രയാണ് നമ്മുടെ ഫാക്ടേഴ്സ്. 1240ൻ്റെ ഫാക്ടറാണ് ഏതൊക്കെ? 1240ൻ്റെ ഫാക്ടറാണ് ഏതൊക്കെ? 2 × 2 × 2 × 5 × 31. ഇത് ഇത്രയുമാണ് ഫാക്ടേഴ്സ്. ഇതിനകത്ത് നോക്കി, എത്ര ഓഡ് നമ്പർ ഉണ്ട്? 2 ഓഡ് നമ്പർ ഉണ്ടല്ലേ? അപ്പോൾ ഇതിനകത്തിൽ ഇത് നോക്കിയാൽ 5 × 31 എന്ന് പറഞ്ഞാൽ 5ഉം 31ഉം ആണ് ആകെയുള്ള ഓഡ് നമ്പേഴ്സ്. പക്ഷേ ഇതല്ല നമ്മുടെ ആൻസർ 2. അപ്പോൾ നമ്മൾ ഉടനെ കാണുമ്പോൾ 5 × 31 അല്ലെങ്കിൽ 2 ഓഡ് നമ്പേഴ്സ് അല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ 2 എന്ന ആൻസർ എഴുതും. ആ 2 അല്ല ആൻസർ. ദേ ഇങ്ങോട്ട് നോക്കിയേ, ഇത് ഓഡ് നമ്പേഴ്സാണ് പറഞ്ഞേക്കുന്നത്. എത്ര ഓഡ് നമ്പർ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 ഓഡ് നമ്പർ ഉണ്ട്. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ എത്ര ഓഡ് ഫാക്ടേഴ്സ് ഉണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. ഓഡ് ഫാക്ടേഴ്സ് കാണാൻ ദേ ഇങ്ങനൊരു ഇക്വേഷൻ ഉണ്ട്. P raised to A into Q raised to A into Q raised to B equal to A plus 1 into B plus 1. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഓഡ് ഫാക്ടേഴ്സ് കാണാനുള്ള ഇക്വേഷനാണ് പറഞ്ഞേക്കുന്നത്. P raised to A into Q raised to B equal to A plus 1 into B plus 1. ഓക്കെ, ഇവിടെ എയും ബിയും പിയും ക്യൂ ഒക്കെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇവിടെ നോക്കിയേ, നമുക്ക് കിട്ടിയേക്കുന്ന ഓഡ് നമ്പേഴ്സ് ഉണ്ടല്ലോ, ഓഡ് നമ്പേഴ്സ്. ആ ഓഡ് നമ്പേഴ്സ് എഴുതുക. അതേ നോക്കിയേ, ഓഡ് നമ്പേഴ്സ് 5 × 31. 5 × 31. എത്ര 5 ഉണ്ട്? ഒരു 5 ഉള്ളൂ അല്ലേ? അതാണ് മേളിൽ 1. എത്ര 31 ഉണ്ട്? ഒരു 31 ഉള്ളൂ. അതാണ് മേളിൽ ബി ആയിട്ട് വരുന്നത്. ക്ലിയർ ആണോ? ഇനി നോക്കുക, അതേ എ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? പവർ വരുന്ന നമ്പർ അല്ലേ? 1 + 1 ഇൻറ്റു ബി എന്ന് വെച്ചാലും പവർ വരുന്ന നമ്പറാണ്. 1 + 1 ഈക്വൽ ടു 2 × 1 + 1 2. 2 × 2 ആൻസർ 4 എന്ന് കിട്ടും. 2 × 2 ആൻസർ 4. ശ്രദ്ധിച്ച് വെച്ചേക്കോ. ഓഡ് ഫാക്ടേഴ്സ് ആണ് കാണാൻ ചോദിക്കുന്നതെങ്കിൽ എന്താ ഇക്വേഷൻ? P raised to A into Q raised to B equal to A plus 1 into B plus 1. എന്താണ് പിയും ക്യൂവും? ഏതൊക്കെയാണ് ഓഡ് നമ്പേഴ്സ്? ആ ഓഡ് നമ്പേഴ്സ് ആണ് പിയും ക്യൂവും. അതിൻ്റെ പവർ എന്ന് പറയുന്നത് എത്ര ഓഡ് നമ്പേഴ്സ് ഉണ്ട്?
ഇപ്പോൾ 5 ആണെങ്കിൽ എത്ര 5 ഉണ്ട്, 31 ആണെങ്കിൽ എത്ര 31 ഉണ്ട്, അതാണ് മേളത്തെ എയും ബിയും. ക്ലിയർ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ സർട്ടൻ കോഡ് ലാംഗ്വേജ് പാസ്പോർട്ട് ഈസ് കോഡഡ് ആസ് RCUUNMPR. ഹൗ ഈസ് പാൻഡമിക് റിട്ടേൺ ഇൻ ദ സെയിം കോഡ്? നോക്കാം. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആദ്യമേ എന്ത് എഴുതിയേക്കുക, ABCD അങ്ങ് എഴുതിയേക്കുക. എഴുതി നോക്കാം. ഓക്കെ, ABCD നമ്മൾ എടുത്തെഴുതി. ഇതേ നോക്കിയേ, ഫസ്റ്റ് പാസ്പോർട്ട് എന്നുള്ളതാണ് അല്ലേ, പാസ്പോർട്ട്. ഓക്കെ, പാസ്പോർട്ട് എന്താ പ്രത്യേകത എന്ന് നോക്കാം. ഇതേ പാസ്പോർട്ടിന് നമ്മൾ എന്ത് എഴുതിയേക്കുന്നത്, RCUUNMPR എന്നാണ് എഴുതിയേക്കുന്നത്. ഓക്കെ, പിയും ആറും നമ്മളെ പ്രത്യേകം എന്താ, പി കഴിഞ്ഞ് Q കഴിഞ്ഞിട്ടാണ് R അല്ലേ, Q കഴിഞ്ഞിട്ടാണ് R എന്ന് വെച്ചാൽ P കഴിഞ്ഞ് രണ്ടാമത്തെ ആളാണ് ആരെന്ന് പറയുന്നത്, R. P കഴിഞ്ഞ് രണ്ടാമത്തെ ആള്. അടുത്ത് നോക്കി, A കഴിഞ്ഞിട്ട് BC, A കഴിഞ്ഞിട്ട് വീണ്ടും രണ്ടാമത്തെ ആളാണ് C. S കഴിഞ്ഞു നോക്കി, S കഴിഞ്ഞ് രണ്ടാമത്തെ ആളാണ് U, S കഴിഞ്ഞ് രണ്ടാമത്തെ ആളാണ് U. വീണ്ടും S കഴിഞ്ഞ് രണ്ടാമത്തെ ആളാണ് U. P കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് പിയും എന്നുമാണ് തന്നിരിക്കുന്നത്. കണ്ടോ, പിയും എന്നും തമ്മിലുള്ള വ്യത്യാസം എന്താ, ഇത് നോക്കിയേ, പിക്ക് മുന്നേ ആണ്, രണ്ടുപേർക്ക് മുന്നേ ആണ് N. അപ്പോൾ നമുക്ക് -2 എന്ന് കൊടുക്കാം. പിയും എന്നും തമ്മിലുള്ള ബന്ധം -2. ഓയും എമ്മും ഇതേ നോക്കിയേ, O കഴിഞ്ഞ് രണ്ടുപേർക്ക് മുമ്പേ ആണ് ആര്, അല്ലെങ്കിൽ ഒരാൾക്ക് മുമ്പേ ആണ് ആരെന്ന് പറയുന്നത് M. അതുകൊണ്ട് നമുക്ക് -2 എന്ന് കൊടുക്കാം. അടുത്ത ആറ് നോക്കിയേ, ആറിന് ഒരാൾക്ക് മുമ്പേ ആണ് ആര്, P കിടക്കുന്നത് അല്ലേ, അതിനെ നമുക്ക് -2 എന്ന് കൊടുക്കാം. ടിയും ആറും നോക്കിയാൽ അതും ഇതേപോലെ അല്ലേ. അപ്പോൾ പകുതി പേര് എന്താ, ഒരാൾ കഴിഞ്ഞ് പകുതി ആൾക്കാരെന്ത് ചെയ്യും, ഒരാൾക്ക് മുമ്പ്. അങ്ങനെയാണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദിച്ചിരിക്കുന്ന പാൻഡമിക് ആണ്. പാൻഡമിക് ഇവിടെ മൊത്തം എത്ര നമ്പേഴ്സ് ഉണ്ട്, 1 2 3 4 5 6 7 8 ലെറ്റേഴ്സ് ഉണ്ടായിരുന്നു. 8 ലെറ്റേഴ്സിനകത്തിൽ 5 ലെറ്റേഴ്സ് നോക്കിയാൽ +2ഉം 5 ലെറ്റേഴ്സും -2ഉമാണ്. അതേപോലെ ഇവിടെ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കിയാൽ 2 4 6 8, ഇവിടെ 8. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ 4 +2ഉം അവസാനത്തെ 4 എന്തായിരിക്കും, -2ഉം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നോക്കാം. നോക്കിയാൽ P കഴിഞ്ഞിട്ട് ഒരാൾ കഴിഞ്ഞിട്ട് ആര് വരും, P കഴിഞ്ഞ് ഒരാൾ കഴിഞ്ഞ് 6. A കഴിഞ്ഞ് C വരും, N കഴിഞ്ഞ് P വരും, N കഴിഞ്ഞ് P വരും അല്ലേ. D കഴിഞ്ഞ് F വരും, ഒരാൾ കഴിഞ്ഞിട്ട് F വരും. അപ്പം RCPF അത്രയും കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് നമുക്കത് 2 ഓപ്ഷനകത്ത് നിന്ന് ക്യാൻസലായി. ഓക്കെ, ഇനി അടുത്ത നോക്കി, ഇക്ക് ഒരാൾക്ക് മുമ്പ്, അടുത്ത പകുതി 4 പേര് എങ്ങനെയാണ് ചെയ്യുന്നത്, തൊട്ട് മുന്നേ ഉള്ള ആളുകളാണ് അല്ലേ. ഇക്ക് ഒരാൾക്ക് മുമ്പ് C. ഓക്കെ, സോറി. അടുത്ത M നോക്കി, M ഒരാൾക്ക് മുമ്പ് K. ഓക്കെ, ഐക്ക് ഒരാൾക്ക് മുമ്പ് G. അടുത്ത Lന് ഒരാൾക്ക് മുമ്പ് J. കണ്ടോ, ഏതാ ആൻസർ നമ്മുടെ, സോറി, അവസാനത്തെ L അല്ല, C ആണ്. സിക്ക് ഒരാൾക്ക് മുമ്പ് A ആണ് നമ്മുടെ ആൻസർ. 3 മൂന്നാമത്തെയാണ് നമ്മുടെ ആൻസർ. ക്ലിയർ ആണല്ലോ, ഓക്കെ ആണല്ലോ. ഇങ്ങനെ ഒന്ന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ABCD നേരത്തെ എഴുതുക, നമ്മൾ കണ്ടുപിടിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. A shopkeeper sells his articles in such a way that the selling price of 5 articles is equal to the cost price of 3 articles. എന്താ പറഞ്ഞേക്കുന്നത്, 5 വസ്തുക്കൾ വിറ്റപ്പോൾ 3 വസ്തുക്കളുടെ വാങ്ങിയ കാശ് കിട്ടി. നോക്കിയേ, എ ഷോപ്പ് കീപ്പർ സെൽസ് ഹിസ് ആർട്ടിക്കിൾ, ഒരു കച്ചവടക്കാരൻ അയാളുടെ സാധനങ്ങൾ വിൽക്കുകയാണ്. എങ്ങനെയാണ് വിൽക്കുന്നത്, സെല്ലിംഗ് പ്രൈസ് ഓഫ് 5 ആർട്ടിക്കിൾ, 5 സാധനങ്ങൾ വിറ്റപ്പോൾ 3 സാധനങ്ങൾ വാങ്ങിയ വില കിട്ടി. ഫൈൻഡ് ഹിസ് പ്രോഫിറ്റ് ഓർ ലോസ് പെർസെൻറ്റേജ് ഇൻ ദാറ്റ് ട്രാൻസാക്ഷൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, 5 സാധനങ്ങൾ വിറ്റപ്പോഴാണ് 3 സാധനങ്ങൾ വാങ്ങിയ കാശ് കിട്ടുന്നത്. മനസ്സിലായോ? 3 സാധനങ്ങൾ വാങ്ങിയ കാശ് കിട്ടണമെങ്കിൽ 5 സാധനങ്ങൾ വിൽക്കണം. ലാഭമായിരിക്കുമോ നഷ്ടമായിരിക്കുമോ? അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ഇവിടെ നഷ്ടമായിരിക്കും ഉണ്ടായിരിക്കുക. കണ്ടോ, 3 സാധനങ്ങൾ വാങ്ങുന്ന കാശ് കിട്ടണമെങ്കിൽ 5 സാധനങ്ങൾ വിൽക്കണം. നമ്മുടെ കയ്യിൽ നിന്നുള്ള ഒരു 2 സാധനം കൂടെ ഇട്ട് വേണം വിൽക്കാൻ. അപ്പോൾ നമുക്ക് നഷ്ടമല്ലേ? അപ്പോൾ തന്നെ ഈ പ്രോഫിറ്റ് എന്നുള്ള 2 ഓപ്ഷൻ നമുക്കങ്ങ് വെട്ടിക്കളയാം.
നഷ്ടമാണ് ഉണ്ടായത്. ഇനി എത്ര നഷ്ടമാണ് ഉണ്ടായത്, ഇങ്ങനെയുള്ള കണക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ കച്ചവട ഗണിതത്തിനകത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എടുക്കുക. ഇത് തമ്മിലുള്ള വ്യത്യാസം എത്ര, 5 - 3 2 വ്യത്യാസം എടുത്തു. ഡിവൈഡഡ് ബൈ സെല്ലിംഗ് പ്രൈസ് എടുക്കണം. സെല്ലിംഗ് പ്രൈസ്, ഇവിടുത്തെ സെല്ലിംഗ് പ്രൈസ് എത്ര, 5 സാധനങ്ങൾ വിറ്റപ്പോഴല്ലേ വിറ്റ വില എടുക്കണം, 5 × 100 × 100. ഓക്കെ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇതെന്ന് ചെയ്ത് നോക്കിയേ. 20 20 × 2 40 14 ലോസ് ആണ് ഉണ്ടാകുന്നത്. ഓപ്ഷൻ 2. ഓക്കെ, എന്താ ഇക്വേഷൻ, വ്യത്യാസം എടുക്കുക. വ്യത്യാസം ഡിവൈഡ് ബൈ വിറ്റ വില × 100 ക്ലിയർ ആണല്ലോ. ഓക്കെ, അടുത്ത നോക്കിയേ. സൈൻ എ പ്ലസ് കൊസീക്ക് എ = 2. ദെൻ വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് സൈൻ റൈസ് ടു 80a പ്ലസ് കോസീക്ക് റൈസ് ടു 80a? ഒരു ഇത് നോക്കാം. സൈൻ എ പ്ലസ് കൊസീക്ക് എ. ഓക്കെ, എന്താണ് കൊസീക്ക് എ എന്ന് വെച്ചാൽ, കൊസീക്ക് എ എന്ന് പറയുന്നത് 1/sin a ആണ്. 1/sin a ആണ് നമ്മൾ കൊസീക്ക് എ എന്ന് പറയുന്നത്. 1/sin a ആണ് നമ്മൾ കൊസീക്ക് എ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, സൈൻ എ പ്ലസ് 1/sin a എന്ന് എഴുതാം. കൊസീക്ക് എ നമുക്ക് സൈൻ എ പ്ലസ് 1/sin a = 2 എന്നായി നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ ആണല്ലോ, ഇത്രയും കാര്യം മനസ്സിലായല്ലോ. ഇനി ഒരു ഇക്വേഷൻ പഠിച്ചു വെച്ചേക്കുക. x + 1/x = 2 ആണെങ്കിൽ, ഇവിടുത്തെ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കും എന്ന് എടുക്കുക. ഓക്കെ ആണല്ലോ, അങ്ങനെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. x + 1/x = 2 ആണെങ്കിൽ x = 1. ഇതെന്ന് ഇവിടെ നോക്കിയേ. ഇവിടെ സൈൻ എക്ക് നമുക്ക് എക്സ് എന്ന് വാല്യൂ കൊടുക്കുകയാണെങ്കിൽ x + 1/x = 2 ഇതേ രീതിയിലല്ലേ ഇത് കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ x = 1 എന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് പറയാം സൈൻ എ = എന്തായിരിക്കും, 1 ആയിരിക്കും. എന്ന് വെച്ചാൽ ഒരു ആംഗിളിൻ്റെ സൈൻ വാല്യൂ 1 ആകണമെങ്കിൽ ആ ആംഗിൾ എത്രയായിരിക്കണം, എ എന്ന് പറയുന്നത് 90 ആയിരിക്കണം. അപ്പം സൈൻ 90 ആണ് 1. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ ഇതേ നോക്കിയേ. സൈൻ റേസ് ടു 80a പ്ലസ് കൊസീക്ക് റേസ് ടു 80aയും എത്രയായിരിക്കും നമുക്ക് കിട്ടുന്നത്, സൈൻ എ എന്ന് പറയുന്ന 1 കിട്ടും, കൊസീക്ക് റേസ് ടു 80a എന്ന് പറയുന്നതും 1 കിട്ടും. 1 + 1 2 കിട്ടും. ക്ലിയർ ആണല്ലോ, ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. സെലക്ട് ദ റിലേറ്റഡ് വേർഡ് ഫ്രം ദ ഗിവൺ ഓൾട്ടർനേറ്റ്സ്. കോർട്ട് = ജസ്റ്റിസ്. അങ്ങനെയാണെങ്കിൽ യൂണിവേഴ്സിറ്റി എന്ത്? നോക്കിയേ, കോർട്ടിൽ നിന്നും നമുക്ക് ജസ്റ്റിസ് കിട്ടും, നീതി കിട്ടും അല്ലേ. അങ്ങനെയാണെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന എന്താ, ഡിഗ്രി ആണ് ലഭിക്കുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത് നോക്കിയേ. എ ആൻഡ് ബി ഇൻവെസ്റ്റഡ് ഇൻ Rs 7,000 and 8,000 in a firm. If the total profit after 2 years is Rs 56,000, then find the profit of B. ഓക്കെ, എന്താ ക്വസ്റ്റ്യൻ? ക്വസ്റ്റ്യൻ മുമ്പേ നമ്മൾ പറഞ്ഞതുപോലെ നേരത്തെ ഡിസ്കസ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ്. ഇവിടുത്തെ എ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന കാശ് എന്ന് പറയുന്നത് 7,000 ആണ്. എ 7,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തു. ബി 8,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തു. ഇൻവെസ്റ്റ് ചെയ്തു. 2 വർഷം കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്ര രൂപയാണ്, 56,000 രൂപ പ്രോഫിറ്റ് കിട്ടി. 56,000 രൂപ പ്രോഫിറ്റ് കിട്ടി. അങ്ങനെയാണെങ്കിൽ ബിക്ക് ലഭിക്കുന്ന പ്രോഫിറ്റ് എത്ര ആണ് എന്നാണ്. ഇവിടെ പ്രോഫിറ്റ് മൊത്തത്തിൽ 56,000 രൂപ കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ പ്രോഫിറ്റിനെ എയ്ക്കും ബിക്കുമായിട്ട് വീതിച്ചു കൊടുക്കണം അല്ലേ. എയ്ക്കും ബിക്കുമായിട്ട് എന്ത് ചെയ്യണം, നമുക്ക് വീതിച്ചു കൊടുക്കണം. ഏത് അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ വീതിച്ചു കൊടുക്കുന്നത്, ഇവർ എത്ര രൂപയാണോ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, ഏത് റേഷ്യോയിലാണോ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അതേ റേഷ്യോയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രോഫിറ്റ് വീതിച്ചെടുക്കുന്നത്. ഇവിടെ നോക്കി, ഇവർ തമ്മിൽ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് 7,000-ഉം 8,000 രൂപയാണ്. അത് തമ്മിലുള്ള റേഷ്യോ ഒന്ന് ആലോചിച്ച് നോക്കിയേ. 7:8 എന്നുള്ളതാണ് റേഷ്യോ. അപ്പോൾ ഇതേ റേഷ്യോയിലായിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മുടെ പ്രോഫിറ്റ് വീതിച്ചെടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എയുടെ ഭാഗം എന്ന് പറയുന്നത് 15-ൽ 7 ഭാഗം എയ്ക്കുള്ളതും 15-ൽ 8 ഭാഗം ബിക്കുള്ളതുമാണ്. അതാണ് ഈ റേഷ്യോയുടെ അർത്ഥം അല്ലേ. 7 + 8 15. ഈ 15-ൽ 7 ഭാഗം എയ്ക്കുള്ളതും 15-ൽ 8 ഭാഗം ബിക്കുള്ളതുമാണ്. മൊത്തം 56,000 രൂപ ലാഭം കിട്ടിയെങ്കിൽ ഈ 56,000 രൂപയുടെ 15-ൽ 7 ഭാഗം എയ്ക്കുള്ളതും 15-ൽ 8 ഭാഗം ബിക്കുള്ളതുമാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ബിയുടെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, 56,000-ൻ്റെ ബിയുടെ പാർട്ട് കണ്ടുപിടിക്കാം. അതായത് 15-ൽ 8 ഭാഗം കണ്ടുപിടിക്കാം.
ക്ലിയർ ആണോ പറഞ്ഞേക്കുന്നത്? ഇത് ചെയ്യുമ്പോൾ നമുക്ക് 29,866 രൂപ എന്ന് കിട്ടും. ഇതാണ് ബിയുടെ പാർട്ട്. ബിയുടെ ലാഭശതമാനം 29,866 രൂപ. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? എത്ര രൂപ ഏത് റേഷ്യോയിലാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതേ റേഷ്യോയിലായിരിക്കും നമ്മുടെ പ്രോഫിറ്റും വീതിച്ചെടുക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. ഇവിടെ നോക്കിയേ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. 21, 11, 33, 15, 31, 16, 33, 17. നോക്കി, ഇത് 4 ഓപ്ഷനകത്ത് ഒരെണ്ണം കൂട്ടത്തിൽ പെടാത്തതാണ്. ആ ഓപ്ഷൻ ഏത് എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. നോക്കിയേ 11, 21 അല്ലെങ്കിൽ 21, 11 നോക്കാം. 11നെ 2 കൊണ്ടൊന്ന് ഗുണിച്ച് നോക്കിയേ. 11 × 2 22 അല്ലേ? അതിൽ നിന്ന് 1 കുറച്ച് നോക്കിയേ 21. ക്ലിയർ ആണല്ലോ? അടുത്ത ഓപ്ഷൻ ഞാൻ മൂന്നാമത്തെ ഓപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്യാൻ എടുക്കുവാണ്. മൂന്നാമത്തെ ഓപ്ഷൻ എടുക്കുന്നു 16 അല്ലേ? രണ്ടാമത്തെ നമ്പറിനെ 2 കൊണ്ട് ഗുണിക്കുക 32 എന്ന് കിട്ടും. അതിൽ നിന്ന് 1 കുറച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ നമ്പറായ 31 കിട്ടും. ശരിയാണ്. ലാസ്റ്റ് ഓപ്ഷൻ എടുക്കുന്നു 33, 17. 17നെ 2 കൊണ്ട് ഗുണിക്കുന്നു 34 എന്ന് കിട്ടി. അതിൽ നിന്ന് 1 കുറയ്ക്കുന്നു 33 എന്ന് കിട്ടി. ക്ലിയർ ആണ്. ഈ 3 നമ്പറും എന്ത് ചെയ്യുന്നുണ്ട്? സെയിം റീസൺസ് അല്ലെങ്കിൽ സെയിം വേ ഒബേ ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ ഓപ്ഷൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ. 15. 15നെ 2 കൊണ്ട് ഗുണിക്കുന്നു 30. 30ൽ നിന്ന് 1 പോയാൽ 29 ആയിരുന്നു വരേണ്ടത്. പക്ഷേ അവിടെ എത്ര വന്നേക്കുന്നത്? 33. അപ്പം നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് 33, 15. അതാണ് കൂട്ടത്തിൽപ്പെടാത്തത്. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 3x ഡിവൈഡഡ് ബൈ 2y എന്ന് പറയുന്നത് 48 ഡിവൈഡ് ബൈ 36 ആണ്. 48 ഡിവൈഡ് ബൈ 36 ആണെങ്കിൽ x ഈസ് ടു y. എന്താ x ഈസ് ടു y എന്ന് വെച്ചാൽ? x ഈസ് ടു y എന്ന് വെച്ചാൽ x ഡിവൈഡ് ബൈ y എന്നാണ് അർത്ഥം. ക്ലിയർ ആണല്ലോ? ഇത്രയും പറഞ്ഞ് മനസ്സിലായല്ലോ? ഞാൻ എന്ത് ചെയ്യുന്നു? ദേ ഇവിടെ എക്സിൻ്റെ കൂടെ ഒരു 3 ഗുണിച്ചിട്ടുണ്ട്, വൈയുടെ കൂടെ ഒരു 2 ഗുണിച്ചിട്ടുണ്ട്. ഇവ രണ്ടുപേരെ ഇനി മാറ്റുന്നു. 3/2 ഇൻറ്റു XY എന്ന് എഴുതി. 3/2 ഇൻറ്റു XY എന്ന് എഴുതി. ഇതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ? ഇതിനെ ഗുണിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ഇത് നോക്കിയേ. 3/2 ഇൻറ്റു XYയെ ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് ആൻസറാണ് കിട്ടുന്നത്? അംശം തമ്മിൽ ഗുണിച്ച് അംശത്തിൽ എഴുതണം 3x, ഛേദം തമ്മിൽ ഗുണിച്ച് ഛേദത്തിൽ എഴുതണം 2y. ഇതേ നമ്പർ തന്നെയല്ലേ കിട്ടുന്നത്? അതുകൊണ്ടാണ് നമ്മൾ അതിനകത്തിൽ നിന്നും ആ കോൺസ്റ്റൻറ്റിനെ ഇനി മാറ്റുന്നു. 3യും 2നെയും മാറ്റിയിട്ട് നമ്മളത് സെപ്പറേറ്റ് ചെയ്യുന്നു. 3/2 ഇൻറ്റു x ഡിവൈഡ് ബൈ y ഈക്വൽ ടു 48 ഡിവൈഡ് ബൈ 36 എന്ന് കിട്ടുന്നു. ക്ലിയർ ആണോ? നമുക്ക് കണ്ടുപിടിക്കേണ്ട ആരെയാ? XY ആണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് XY അവിടെ നിലനിർത്തുന്നു. ഇവിടെ ഗുണിച്ചിരിക്കുന്ന 3/2നെ ഈക്വൽ ടുൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു. ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ചെറിയൊരു മാറ്റമുണ്ട്. ഇവിടെ നോക്കിയാൽ 3/2നെ നമ്മൾ എടുത്ത് എന്ത് ചെയ്യുക? ഈക്വൽ ടുൻ്റെ മറു സൈഡിലേക്ക് കൊണ്ടുപോവുക. നേരെ തല തിരിച്ചു വേണം. 2 മുകളിൽ വരും, 3 താഴെ വരും. 2 മുകളിൽ വരും, 3 താഴെ വരും. ഇതേ നോക്കിയേ. ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതിനെ ക്യാൻസൽ ചെയ്യുക. ഇവിടെ 2ഉം 36ഉം കൂടെ ക്യാൻസൽ ചെയ്യാം. 2ഉം 36ഉം കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ എത്ര കിട്ടും നമുക്ക്? 18 എന്ന് കിട്ടി. 3യും 48ഉം കൂടെ ക്യാൻസൽ ചെയ്യാം. 3യും 48ഉം കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ 8 എന്ന് കിട്ടി. 16 എന്ന് കിട്ടി. ഓക്കെ, 16. 48നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 16 എന്ന് കിട്ടി. ക്ലിയർ ആണോ? ഇനി 16നെയും 18നെയും നമുക്ക് എന്ത് ചെയ്യാം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 16നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 8, 18നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9 എന്ന് കിട്ടി. നമ്മുടെ ആൻസർ 8/9, അതായത് 8:9. ക്ലിയർ ആയോ? സിമ്പിൾ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻ എ സർട്ടൻ കോഡ് G is written as 21 and the game is written as 86. How is basic is written in that code? എന്താ പറയുന്നത്? ജിയുടെ വാല്യൂ 21 ആണ്. അതൊരു ഹിൻ്റാണ്, ഒരു സൂചനയാണ്. ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് 21 ആണ്. അങ്ങനെ എടുക്കുകയാണെങ്കിൽ ഗെയിം എന്ന് പറയുന്നത് 86 ആണ്. എങ്കിൽ ബേസിക് എന്ന് പറയുന്നത് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് ABCD ഒന്ന് എഴുതി നോക്കാം. നമ്മൾ ABCD എഴുതിയിട്ടുണ്ട്. ABCD എഴുതിയിട്ട് നമ്മൾ എയ്ക്ക് 1 എന്ന വാല്യൂ കൊടുത്ത് ഇവിടുന്ന് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. 1 2 3 എന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. തിരിച്ച് അവിടുന്ന് ഇങ്ങോട്ടും വരുമ്പോഴും ഇസഡിന് 1 എന്നുള്ള വാല്യൂ കൊടുത്ത് നമ്മൾ ബ്ലാക്ക് ലെറ്റേഴ്സിൽ ബ്ലാക്ക് മഷിയിൽ എങ്കിൽ നമ്മൾ അങ്ങനെ വാല്യൂ കൊടുത്തിട്ടുണ്ട്. അപ്പം ഓരോ നമ്പേഴ്സിനും ഓരോ ലെറ്റേഴ്സിനും 2 വാല്യൂ വരുന്നുണ്ട് അല്ലേ? ഇവിടെ നോക്കിയേ. G21 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ജിയുടെ നമ്പർ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ ജി എന്ന് പറയുന്ന ലെറ്റർ നോക്കിയേ. ജി എന്ന് പറയുന്ന ലെറ്ററിന് 2 നമ്പറാണുള്ളത്, 7ഉം 20. ഓക്കെ, അതിനകത്ത് 20 എടുത്തേ. അപ്പം ജിയുടെ പ്രത്യേകത എന്താ? ജിയുടെ യഥാർത്ഥ വാല്യൂവിൻ്റെ കൂടെ 20 ആണ് ജിയുടെ വാല്യൂ എങ്കിൽ അതിൻ്റെ കൂടെ 1 കൂട്ടിയിരിക്കുന്നു 21.
എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിമിനകത്തിൽ ഗെയിം എന്നുള്ള ലെറ്റർ എടുക്കുമ്പോൾ ഗെയിം എന്ന് പറയുന്ന ലെറ്റർ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ആ വാക്കെടുക്കുമ്പോൾ ജിയുടെ വാല്യൂ 21 ആണ്. അത് ക്ലിയർ ആണല്ലോ. അത് ഓൾറെഡി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എയുടെ വാല്യൂ നോക്കിയേ, ദെൻ ബ്ലാക്ക് ലെറ്ററിലെ വാല്യൂ ആണ് നമ്മൾ നോക്കുന്നത്, അത് ശ്രദ്ധിച്ചോണം. ബ്ലാക്ക് ലെറ്ററിൽ എയുടെ വാല്യൂ എത്ര? 26. 26ൻ്റെ കൂടെ എന്ത് ചെയ്യണം? 1 കൂട്ടണം. ക്ലിയർ ആണോ? 26ൻ്റെ കൂടെ 1 കൂട്ടുമ്പോൾ 27. ഇനി എമ്മിൻ്റെ വാല്യൂ എടുക്കുക. എമ്മിൻ്റെ വാല്യൂ എത്ര? 14. 14ൻ്റെ കൂടെ അവിടെ എന്ത് ചെയ്യുക? 1 കൂട്ടുക, 15. കാരണം എന്താ? ജിയുടെ വാല്യൂ 21 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് വാല്യൂവിൻ്റെ കൂടെ 1 കൂട്ടിയപ്പോഴാണ് 21 കിട്ടിയത്. അത് എല്ലാത്തിനകത്തിലും എല്ലാ ലെറ്റേഴ്സിലും ആ ഒരു ലോ ഫോളോ ചെയ്യുക. ഓക്കെ, ഇയുടെ വാല്യൂ എത്ര? ഇയുടെ വാല്യൂ എത്ര? ഇയുടെ വാല്യൂ ഇയുടെ വാല്യൂ 22 ആണ്. 22ൻ്റെ കൂടെ 1 കൂട്ടുമ്പോൾ 23. ഓക്കെ, ഇനി ഇത് ഇത്രയും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 86 എന്ന് കിട്ടും. 86 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ലോ. ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് എന്ന് മനസ്സിലായല്ലോ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് മനസ്സിലായല്ലോ. അപ്പോൾ നമുക്കിനി കണ്ടുപിടിക്കേണ്ടത് ബേസിക് ആണ്. ബേസിക്ക് എന്ത് ചെയ്യണം? ബിയുടെ വാല്യൂ എത്ര? 25. 25ൻ്റെ കൂടെ 1 കൂട്ടുക, 26. പ്ലസ് എയുടെ വാല്യൂ എത്ര? 26 ആണ്. 1 കൂട്ടുക, 27. പ്ലസ് എസിൻ്റെ വാല്യൂ എത്ര? 8 ആണ്. 8ൻ്റെ കൂടെ 1 കൂട്ടുക, 9. പ്ലസ് ഐയുടെ വാല്യൂ എത്രയാണ്? ഐയുടെ വാല്യൂ 18 ആണ്. 1 കൂട്ടുക, 19. പ്ലസ് സിയുടെ വാല്യൂ 24 ആണ്. 1 കൂട്ടുക, 25. ഓക്കെ, ഇത് ഇത്രയും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും ആൻസർ? ഇത്രയും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് ആൻസർ 106 എന്ന് കിട്ടും. 106 എന്ന് ആൻസർ കിട്ടും. ക്ലിയർ ആണല്ലോ പറഞ്ഞത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ പ്രസൻറ്റ് ഏജ് ഓഫ് റാം ഈസ് 25 years ആൻഡ് മോഹൻ ഈസ് 10 years യങ്ങർ ദാൻ റാം. ഫൈൻഡ് ആഫ്റ്റർ ഹൗ മെനി ഇയേഴ്സ് ദ റേഷ്യോ ബിറ്റ്വീൻ ദെയർ ഏജസ് വിൽ ബിക്കം 16:11. 16:11 എന്താ പറഞ്ഞേക്കുന്നത്? റാമിൻ്റെ ഇപ്പോഴത്തെ വയസ്സെന്ന് പറയുന്നത് 25 ആണ്. റാമിൻ്റെ ഇപ്പോഴത്തെ വയസ്സ് 25 ആണ്. മോഹൻ ഈസ് 10 years യങ്ങർ ദാൻ റാം. റാമിനേക്കാൾ 10 വയസ്സ് ചെറുപ്പമാണ് ആര്? മോഹൻ എന്ന് പറയുന്നത്. ഓക്കെ, നോക്കാം നമുക്ക്. റാമിൻ്റെ വയസ്സ് 25. മോഹൻ്റെ വയസ്സ് പറയുന്നത് എത്രയാ? മോഹൻ്റെ വയസ്സ് പറയുന്നത് റാമിനേക്കാൾ 10 വയസ്സ് കുറവാണ്. റാമിനേക്കാൾ 10 വയസ്സ് കുറവാണെങ്കിൽ 25 - 10 15 അല്ലേ? 15 വയസ്സാണ് മോഹൻ്റെ വയസ്സെന്ന് പറയുന്നത്. ഇനി ഫൈൻഡ് ആഫ്റ്റർ ഹൗ മെനി ഇയേഴ്സ്, എത്ര വർഷം കഴിഞ്ഞാലാണ് ഇവരുടെ വയസ്സുകൾ തമ്മിലുള്ള റേഷ്യോ 16:11 എത്തുന്നത്. അപ്പോൾ ഇവരുടെ വയസ്സുകൾ തമ്മിലുള്ള റേഷ്യോ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ R/M 25/15 അല്ലേ? ഇതാണ് റേഷ്യോ എന്ന് പറയുന്നത്. R/M എന്ന് വെച്ച് കഴിഞ്ഞാൽ 25/15. എത്ര വർഷം കഴിഞ്ഞാലാണ് എന്ന് വെച്ചാൽ ഇവരുടെ വയസ്സിൻ്റെ കൂടെ എത്ര വയസ്സ് കൂട്ടിയാലാണ്, അത് എത്ര ആണെന്ന് നമുക്കറിയില്ല. എക്സ് എന്ന് എടുക്കുകയാണെങ്കിൽ എത്ര വർഷം കഴിഞ്ഞാലാണ് ഇവരുടെ 16/11 അംശബന്ധം ആകുന്നത്. ഇതാണ് ക്വസ്റ്റ്യൻ. ക്ലിയർ ആണല്ലോ. ഇവരുടെ വയസ്സിൻ്റെ കൂടെ എത്ര വർഷം കഴിഞ്ഞാലാണ്, എത്ര വർഷം എന്നുള്ളത് നമുക്കറിയില്ല, അതുകൊണ്ട് എക്സ് എന്ന് കൊടുക്കുന്നു. എത്ര വർഷം കഴിഞ്ഞാൽ, വർഷം കഴിയുന്തോറും നമ്മുടെ വയസ്സ് കൂടുമല്ലേ. ഇപ്പോൾ 25 വയസ്സുണ്ടെങ്കിൽ ഓരോ വർഷം കഴിയുമ്പോൾ എന്ത് ചെയ്യുക? വയസ്സ് കൂടിക്കൊണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ 25 + X എന്നെടുക്കുന്നു. ഓക്കെ, അത് ചെയ്യുമ്പോൾ എത്ര വർഷം കഴിയുമ്പോഴാണ് 16:11 കിട്ടുന്നത്? എന്ത് ചെയ്താൽ മതി? ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യുക. 25 + X × 11 = 15 + X × 16. ഓക്കെ, ചെയ്ത് നോക്കുക. 25 × 11 എത്ര കിട്ടും നമുക്ക്? 275. 275 + 11x = 15 × 16 240 + 16x. എക്സ് ഉള്ള ടേം എല്ലാം ഒരു വശത്ത് കൊണ്ടുവരിക. ഒരു വശത്ത് കൊണ്ടുവരുമ്പോൾ 11xനെ = ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു 16x. ഓക്കെ, 16x അവിടെ ഉണ്ട്, ഓൾറെഡി 16x ഉണ്ട്. 11xനെ +11xനെ = ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ -11x ആയി = ഓക്കെ. 240നെ നമ്മൾ = ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു. 275 - 240. ഓക്കെ, 16xൽ നിന്ന് 11x പോയാൽ 5x. 5x = 30. 5x = 30.
5x = 35, 5x = 35, അങ്ങനെയാണെങ്കിൽ x = 35 ഡിവൈഡ് ബൈ 5 7 എന്ന് കിട്ടും. 35 ഡിവൈഡ് ബൈ 5 7 എന്ന് കിട്ടും, 7. ഓക്കെ, അപ്പോൾ 7 വർഷം കഴിയുമ്പോഴാണ് ഇവരുടെ അംശബന്ധം 16:11 വരുന്നത്. ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ സീരീസ് ഈസ് ഗിവൺ വിത്ത് 1 ടേം മിസ്സിംഗ്, സെലക്ട് ദ കറക്റ്റ് ആൾട്ടർനേറ്റീവ് ഫ്രം ദ ഗിവൺ വൺസ് ദാറ്റ് വിൽ കംപ്ലീറ്റ് ദ സീരീസ്. ഓക്കെ, നോക്കിയേ, ACCDEEGF അടുത്ത ഏതായിരിക്കും വരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നോക്കിയേ, എയും സിയും, എ കഴിഞ്ഞ് ബി കഴിഞ്ഞ് സി ആണ് അല്ലേ. CD പക്ഷേ അടുത്തടുത്തുള്ള ലെറ്റേഴ്സാണ് സിയും ഡിയും. ഇയും ഇയും രണ്ടും ഒരേ ലെറ്റേഴ്സ്. ജിയും എഫും യാതൊരു ബന്ധമില്ലാത്ത ലെറ്റേഴ്സ് അല്ലേ. അപ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. ഇതേ നോക്കിയേ, ഇതിനകത്തിലെ ഓരോരുത്തരുടെയും ആദ്യത്തെ ലെറ്ററിനെ ഇഞ്ഞെടുക്കുക. ACEF അടുത്ത ആൾ അറിയില്ല. ഓക്കെ, അടുത്ത ഇനി രണ്ടാമത്തെ ലെറ്റേഴ്സിനെ എല്ലാം എടുക്കുക. CDEF, സോറി ഇവിടെ G ആണ്. അടുത്ത ആളെ അറിയില്ല. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് എല്ലാവരുടെയും ആദ്യത്തെ ലെറ്റേഴ്സ് തമ്മിലുള്ള പ്രത്യേകത. എ കഴിഞ്ഞ് ബി കഴിഞ്ഞിട്ടാണ് സി അല്ലേ. സി കഴിഞ്ഞ് ഡി കഴിഞ്ഞിട്ട് ഇ കഴിഞ്ഞിട്ട് എഫ് കഴിഞ്ഞിട്ട് ജി കഴിഞ്ഞിട്ട് എച്ച് കഴിഞ്ഞിട്ട് എച്ച് കഴിഞ്ഞിട്ട് ഐ. ആദ്യത്തെ ആളെ കിട്ടുമ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടി, IJ. കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. നോക്കിയേ, ഇപ്പോഴത്തെ സൈഡ് നോക്കിയേ, സി കഴിഞ്ഞിട്ട് DEFG. ഓക്കെ, ആൻസർ എന്തുവാ? IG. ക്ലിയർ ആണോ? ആദ്യത്തെ ലെറ്റേഴ്സ് നമ്മൾ ആദ്യമേ എടുത്തു, ആദ്യത്തെ ലെറ്റേഴ്സ് തമ്മിലുള്ള ബന്ധം എടുത്തു, അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ലെറ്റേഴ്സ് തമ്മിലുള്ള ബന്ധങ്ങൾ നോക്കി. ഓക്കെ, അത്രേ ഉള്ളൂ. നോക്കിയേ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് sin 50. sin 50യുടെ വാല്യൂ കണ്ടുപിടിക്കുക. sin 50യുടെ വാല്യൂ നോക്കിയേ, sin 50യുടെ വാല്യൂ നോക്കാം ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. sin 50യുടെ വാല്യൂ നമുക്ക് ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതിന് നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചാൽ, sin 50യെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതേ ഇങ്ങനെ ഇരുന്നു. sin 50 എന്ന് പറയുന്നത് sin 45 മൈനസ് 30, sin 45 മൈനസ് 30 എന്നെടുക്കുന്നു. ഓക്കെ, 45ൽ നിന്ന് 30 കുറച്ച് കഴിഞ്ഞാൽ 15 കിട്ടുന്നത്. അപ്പോൾ ആ 15നെ നമ്മൾ എങ്ങനെ എടുത്തു? 45 മൈനസ് 30 എന്നെടുക്കുന്നു. ക്ലിയർ ആണോ പറഞ്ഞേക്കുന്നത്? sin 50യുടെ വാല്യൂ ഇങ്ങനെ എടുക്കുന്നു. ഇനി നോക്കിയത് ഇത് ഏത് ഡയറക്ഷനിൽ കിടക്കുക? sin A മൈനസ് ബി എന്നുള്ള ഫോമിൽ കിടക്കുക. sin A മൈനസ് ബി എന്താ ആൻസർ? sin A മൈനസ് ബി എന്താ? sin A cos B മൈനസ് sin B cos A. ഇതാണ് എന്ത്? ഇതിൻ്റെ എക്സ്പാൻഷൻ. sin A മൈനസ് ബിയുടെ എക്സ്പാൻഷനാണ് sin A cos B മൈനസ് sin B cos A എന്നുള്ളത്. ഓക്കെ, നോക്കിയേ, sin A ഇവിടെ A എന്ന് പറയുന്നത് 45 അല്ലേ. അപ്പം sin 45 cos 30 മൈനസ് sin 30 cos 45. ഓക്കെ, അത്യാവശ്യം പഠിച്ചിരിക്കേണ്ട സൈൻ്റെയും കോസിൻ്റെയും ടാനിൻ്റെയും കുറച്ച് വാല്യൂ ഉണ്ട്. 30ൻ്റെ വാല്യൂ, sin 30ൻ്റെ വാല്യൂ പഠിക്കണം, sin 60 പഠിക്കണം, sin 45 പഠിക്കണം, sin 90 പഠിക്കണം. സൈൻ്റെയും കോസിൻ്റെയും ടാനിൻ്റെയും ഈ ഇത്രയും വാല്യൂസ് കണ്ടുപിടിക്കുക. എത്ര ആംഗിൾസിൻ്റെ വാല്യൂസ് കാണാൻ പഠിച്ചിരിക്കുന്നത് ബെറ്റർ ആയിരിക്കും. അപ്പോൾ sin 45 എന്ന് പറയുന്നത് 1/√2 ആണ്. 1/√2 ഇൻറ്റു cos 30 എന്ന് വെച്ചാൽ √3/2 സോറി √3/2 ആണ്. മൈനസ് sin 30 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/2 ആണ്. sin 30 1/2 ആണ്. ഇൻറ്റു cos 45 എന്ന് വെച്ചാൽ 1/√2 ആണ്. ഓക്കെ, രണ്ടിടത്തും ആര് കിടപ്പുണ്ട്? 1/√2 ഉണ്ട്. 1/√2നെ കോമൺ ആയിട്ട് എടുക്കുന്നു. 1/√2 ഇൻറ്റു ബാക്കി ആരുണ്ട്? √3/2 മൈനസ് 1/2. ഇവിടെ നോക്കിയാൽ രണ്ടിൻ്റെ ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് നമുക്കിതിനെ എങ്ങനെ എഴുതാം? ഇതേ നോക്കിയാൽ 1/√2 ഇൻറ്റു രണ്ടിൻ്റെ ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് കോമൺ ആയിട്ട് എടുക്കുന്നു. √3 മൈനസ് 1. ആൻസർ എത്ര കിട്ടും? √3 മൈനസ് 1 ഡിവൈഡഡ് ബൈ 2√2. ആൻസർ 3. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഓക്കെ, അത്യാവശ്യം ആ വാല്യൂ sin A മൈനസ് sin B, sin A പ്ലസ് B, cos A മൈനസ് B, cos A പ്ലസ് B, അതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഫൈൻഡ് ദ നമ്പർ റിലേറ്റഡ് ടു ദ ഗിവൺ നമ്പർ. സീരീസ് അല്ല ചോദിച്ചിരിക്കുന്നത്, സീരീസ് ആയിട്ട് നോക്കരുത് ഒരിക്കലും. ഇതിൻ്റെ വ്യത്യാസമൊക്കെ കണ്ട് സ്ക്വയറൊക്കെ കണ്ട് അങ്ങനെ നോക്കരുത്. 61, 19,
31 3 നമ്പർ തന്നിട്ടുണ്ട്. ഈ 3 നമ്പറിനൊരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത മനസ്സിലാക്കിയിട്ട് ഈ ഓപ്ഷനിൽ നിന്നും ഇവരുടെ കൂട്ടത്തിലേക്ക് വരാൻ ചാൻസ് ഉള്ളൊരു നമ്പർ ഏതാണെന്നാണ് മാത്രമാണ് ചോദ്യം. ഒരു സീരീസ് അല്ല, അരിത്തമെറ്റിക് സീരീസ് ഒന്നുമല്ല, ജസ്റ്റ് നമ്പേഴ്സിന് ഒരു പ്രത്യേകത ഉണ്ട്. ആ പ്രത്യേകതയുള്ള ഏതെങ്കിലും ഒരു നമ്പർ ഈ ഓപ്ഷനിലുണ്ട്. ആ നമ്പർ ഏതാണെന്നാണ് ചോദ്യം. നോക്കിയേ, 61, 19, 31 ഇതെല്ലാം പ്രൈം നമ്പേഴ്സാണ് അല്ലേ, പ്രൈം നമ്പേഴ്സാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഓപ്ഷനകത്തിലുള്ള പ്രൈം നമ്പറെ കണ്ടുപിടിക്കുക. ഓപ്ഷനകത്തുള്ള പ്രൈം നമ്പർ 79 ആണ്. ക്ലിയർ ആണോ? കാര്യം എന്താ, 27 എന്ന് വെച്ചാൽ 9 × 3 27 16 എന്ന് വെച്ചാൽ 4 × 4 ഉണ്ട്, 2 × 8 ഉണ്ട്, ഒത്തിരി ഘടകങ്ങളുണ്ട് അല്ലേ. 33 എന്ന് വെച്ചാൽ 11 × 3 ഉണ്ട് അല്ലേ, 11 × 3 ഉണ്ട്. എന്താ പ്രൈം നമ്പേഴ്സ് എന്ന് വെച്ചാൽ 1ഉം ആ നമ്പറും അല്ലാതെ മറ്റൊരു ഘടകം അതിനില്ല. അതിനെയാണ് പ്രൈം നമ്പർ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. സെലക്ട് ദ മിസ്സിംഗ് നമ്പർ ഫ്രം ദ ഗിവൺ സീരീസ്. ഇത് സീരീസ് ആണ്. ഓക്കെ, നോക്കാം എന്താ പ്രത്യേകത. 1, 8, 27, 64 ഇങ്ങനെയുള്ള നമ്പേഴ്സ് കാണുമ്പോഴേ അന്നേരം എഴുതി വെച്ചേക്കുക അല്ലേ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് സ്ക്വയേഴ്സും ക്യൂബ്സും 10 വരെ പഠിച്ചു വെച്ചേക്കണം. 1 എന്ന് പറയുന്ന 1ൻ്റെ ക്യൂബാണ്. 1ൻ്റെ ക്യൂബിനെ നമുക്ക് 1 എന്ന് പറയാം. 8 എന്ന് പറയുന്ന 2 ക്യൂബിനെയാണ് 8 എന്ന് പറയുന്നത്. 27 എന്ന് പറയുന്നത് 3 ക്യൂബാണ്. 64 എന്ന് പറയുന്ന 4 ക്യൂബാണ്. അപ്പോഴേ നമുക്ക് മനസ്സിലാവും അടുത്തത് 5ൻ്റെ ക്യൂബാണ് വരേണ്ടത്. 5ൻ്റെ ക്യൂബ് 125. സിമ്പിള്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 6 friends A, B, C, D, E and F are sitting around a circular table facing towards a the center C is not സെൻറ്റർ. ആ സെൻറ്റർ വരെ നോക്കുക. എന്താ പറഞ്ഞിരിക്കുന്നത്, ഒരു സർക്കുലർ ടേബിളുണ്ട്. ആ സർക്കുലർ ടേബിളിനകത്തിലെ സെൻറ്ററിനെ അഭിമുഖമായിട്ട് 6 കൂട്ടുകാരുണ്ട്. 6 പേര് ഇരിപ്പുണ്ട്. ഓക്കെ, 6 പേർക്കുള്ള പ്ലേസ് ഉണ്ടെന്ന് വിചാരിക്കുക. 3, 6 പേര്. ഓക്കെ, 6 പേർക്കുള്ള പ്ലേസ് ഉണ്ട്. ഓക്കെ, ഇനി ഓരോരുത്തരും എവിടെയാണ് ഇരിക്കുന്നതെന്നാണ് പറയാൻ പോകുന്നത്. ഈ ഈസ് നോട്ട് അഡ്ജസ്റ്റഡ് ടു എ ഓർ ബി. എയുടെയും ബിയുടെയും അടുത്തെങ്ങും ആരിരിക്കില്ല, സി ഇരിക്കത്തില്ല. ഓക്കെ, അതൊന്നും മനസ്സിലായില്ല നമുക്ക്. അടുത്ത നോക്കിയേ, ഈ ഈസ് ഇൻ ദ മിഡിൽ ഓഫ് എ ആൻഡ് ബി. എയുടെയും ബിയുടെയും നടുക്കായിട്ട് ആരിരിപ്പുണ്ട്, ഇ. അപ്പോൾ എയുടെയും ബിയുടെയും നടുക്കായിട്ട് ആരിരിപ്പുണ്ട്, ബി. അതുകൊണ്ട് നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം. കണ്ടോ, എയുടെയും ബിയുടെയും നടുക്കായിട്ട് ആരിരിപ്പുണ്ട്, ഇ ഇരിപ്പുണ്ട്. ഇനി ആദ്യത്തെ വരിയിലേക്കൊന്ന് വന്നേ. സി ഈസ് നോട്ട് അഡ്ജസ്റ്റഡ് ടു എ ആൻഡ് ഓർ ബി. എയുടെയും ബിയുടെയും അടുത്ത് ആരിരിക്കില്ല, സി ഇരിക്കില്ല. നോക്കി, എയുടെ അടുത്തുള്ള പൊസിഷൻ ഇതല്ലേ, ബിയുടെ അടുത്തുള്ള പൊസിഷൻ ഇതല്ലേ. ഈ രണ്ട് പൊസിഷനെ ആരിരിക്കില്ല, സി ഇരിക്കില്ല. അപ്പം സി എവിടെ ആയിരിക്കും ഇരിക്കേണ്ടത്, ദേ ഇവിടെ. കണ്ടോ, ക്ലിയർ ആണോ? എഫ് ഈസ് നോട്ട് ആൻ ഇമ്മീഡിയറ്റ് നെയ്ബർ ഓഫ് ബി. ബിയുടെ അടുത്തിരിക്കുന്ന ആളല്ല എഫ്. എഫ് എന്ന് പറയുന്നത് ബിയുടെ അടുത്തുള്ള ആളല്ല. എന്ന് വെച്ചാൽ ബിയുടെ അടുത്തുള്ള ആളല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് ഇരിക്കേണ്ടത് എവിടെ, ദേ ഇവിടെ. കണ്ടോ, അപ്പം ബിയുടെ അടുത്ത് ആരായിരിക്കും ഇരിക്കുന്നത്, ഡി ആയിരിക്കും ഇരിക്കുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ അതർ ദാൻ എഫ്. ഓക്കെ, ക്വസ്റ്റ്യൻ ഹൂ ഈസ് അഡ്ജസൻറ്റ് ടു എഫ്. അഡ്ജസൻറ്റ് ടു സി. സിക്ക് അടുത്തുള്ള എഫിനെ കൂടാതെ, അതർ ദാൻ എഫ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എഫിനെ കൂടാതെ സിയുടെ അടുത്തിരിക്കുന്ന മറ്റൊരാളേത്. ഓക്കെ, സിയുടെ അടുത്തിരിക്കുന്ന മറ്റൊരാളാരാ, ഡി. ഒന്നാമത്തെ ഓപ്ഷൻ. ക്ലിയർ ആണോ? വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഇത്. ഇൻ എ കോഡ് ലാംഗ്വേജ് ഈ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് എത്ര വാക്കുണ്ടെന്ന് നോക്കണം. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് അതിനെ എങ്ങനെ എഴുതിയേക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. COMOJO എന്ന് എഴുതിയേക്കുന്നു. എന്നിട്ട് അടുത്തത് പറയുന്നത് ഡു ഇറ്റ് ഫാസ്റ്റ്. അതിനെ എങ്ങനെ എഴുതിയേക്കുന്നു, ഡു ഇറ്റ് ഫാസ്റ്റിനെ എഴുതിയേക്കുന്നു CHAMOGA എന്ന് എഴുതിയേക്കുന്നു. ആൻഡ് ഷീ ഡിഡ് ഇറ്റ് എന്നുള്ളതിനെ എങ്ങനെ എഴുതിയേക്കുന്നു, GALANOP എന്ന് എഴുതിയിരിക്കുന്നു. എങ്കിൽ ദെൻ വാട്ട് വിൽ ബി ദ കോഡ് ഫോർ ദി വേർഡ് ഡു. ഡൂയുടെ കോഡ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡു എന്നുള്ളതിൻ്റെ കോഡ് എന്താണ്? അത് ഇവിടെ ഓരോ സെൻറ്റൻസ് പറയുന്നുണ്ട്. ഓരോ സെൻറ്റൻസിലും 3 വാക്കുകളുണ്ട്, 3 വേർഡ്സ് ഉണ്ട്. ഈ 3 വേർഡ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന 3 കോഡുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേ നോക്കിയേ, ഇതിനകത്ത് ഒരേപോലുള്ള കോഡുകൾ, ഒരേപോലുള്ള ലെറ്റേഴ്സ്, വേർഡ്സ് എവിടെയൊക്കെ ഉണ്ടെന്ന് നോക്കണം. അതേ ഫാസ്റ്റ്, കണ്ടോ, ഫാസ്റ്റ് എന്നുള്ളതിൻ്റെ ഇത് ഇവിടെ ഉണ്ട്. ഫാസ്റ്റ് കണ്ടോ, ആദ്യത്തെ 2 വരിയിലും ഫാസ്റ്റ് എന്ന് പറയുന്ന ഒരു കോമൺ വേർഡ് ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് പറയാം വേറൊരു കോമൺ വേർഡും ഇല്ല. ആ 2 വരിയിൽ, ആ 2 സെൻറ്റൻസിൽ ഒരു കോമൺ വേർഡും ഇല്ല. ഫാസ്റ്റ് എന്ന് പറയുന്ന ഒറ്റ കോമൺ വേർഡേ ഉള്ളൂ. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ 2 കോഡ് പറഞ്ഞതിനകത്തിലെ കോമൺ വേർഡ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതായിരിക്കും ഫാസ്റ്റിൻ്റെ
കോഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ പറഞ്ഞേക്കുന്നത്? ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു MO കിടപ്പുണ്ട്, ഇവിടെ ഒരു MO കിടപ്പുണ്ട്. അതിൻ്റെ അർത്ഥം ഫാസ്റ്റിൻ്റെ കോഡാണ് MO. ഓക്കെ ആണല്ലോ? ഓക്കെ. ഇനി അടുത്ത 2 വരി ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. ഡു ഇറ്റ് ഫാസ്റ്റും ഷീ ഡിഡ് ഇറ്റും. അതിനകത്തിൽ കോമൺ ആയിട്ടുള്ളത് ആരുണ്ട്? ഇറ്റ് എന്ന് പറയുന്നൊരു വാക്കുണ്ട്. കണ്ടോ? ഇറ്റ് ഞാൻ വട്ടത്തിനകത്ത് വരയ്ക്കാം. ഇറ്റ് എന്ന് പറയുന്നൊരു വാക്കുണ്ട്, ഒരു വേർഡുണ്ട്. ആ വേർഡ് രണ്ടിലും ഉണ്ട് അല്ലേ? രണ്ടാമത്തെ വരിയിലും മൂന്നാമത്തെ വരിയിലും കോമൺ ആയിട്ടുള്ളത് ഇറ്റ് എന്ന് പറയുന്ന ഒരു വാക്ക് മാത്രമേ ഉള്ളൂ, ഒരു വേർഡ് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം, ഈ രണ്ടാമത്തെ കോഡിലും മൂന്നാമത്തെ കോഡിലും പൊതുവായിട്ട് ഏതെങ്കിലും വാക്കുണ്ടെങ്കിൽ, കോഡുണ്ടെങ്കിൽ അത് ഇറ്റിൻ്റെ ആയിരിക്കും അല്ലേ? നോക്കിയാൽ പൊതുവായിട്ടുള്ളത് GA എന്ന് പറയുന്നത് ഇറ്റിൻ്റെ കോഡാണ്. GA എന്ന് പറയുന്നത് ഇറ്റിൻ്റെ കോഡാണ്. നമ്മൾ അടുത്ത് ചോദിച്ചേക്കുന്ന ഡൂയുടെ കോഡാണ്. ഡു എന്ന് പറയുന്നതിൻ്റെ കോഡാണ്. ഇവിടെ നോക്കിയേ, രണ്ടാമത്തെ വരി നോക്കിയേ, ഡു ഇറ്റ് ഫാസ്റ്റിനകത്ത് ഈ ഫാസ്റ്റിൻ്റെ കോഡ് എന്ന് പറയുന്നത് MO ആണ്. ഇറ്റിൻ്റെ കോഡാണ് GA. അങ്ങനെയാണെങ്കിൽ ഡൂവിൻ്റെ കോഡായിരിക്കും ഏത്? CHA എന്ന് പറയുന്നത് ഡൂവിൻ്റെ കോഡായിരിക്കും. ക്ലിയർ ആണോ പറഞ്ഞേക്കുന്നത്? ഓക്കെ. അടുത്ത് നോക്കിയേ, എ ക്യാൻ കംപ്ലീറ്റ് എ വർക്ക് 80 മിനിറ്റ്സ്. എക്ക് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 80 മിനിറ്റ് വേണം. 80 മിനിറ്റ് വേണം. 80 മിനിറ്റ്. ബിക്ക് അതേ ജോലി ചെയ്ത് തീർക്കാൻ 40 മിനിറ്റ് വേണമെങ്കിൽ എയും ബിയും കൂടെ ഒന്നിച്ച് ആ ജോലി ചെയ്താൽ എത്ര സമയം എടുക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരുമിച്ച് ജോലി ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഇക്വേഷൻ? A+B. ഒരുമിച്ചാണ് ജോലി ചെയ്യുന്നതെങ്കിൽ ഇക്വേഷൻ XY ഡിവൈഡ് ബൈ X+Y എന്ന് വെച്ചാൽ 80 × 40 ഡിവൈഡഡ് ബൈ 80 + 40. ആൻസർ എത്ര കിട്ടും? 80 × 40 ഡിവൈഡ് ബൈ 120. 0 ക്യാൻസൽ ചെയ്തു. 4ഉം 12 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 3. 80 ഡിവൈഡഡ് ബൈ 3. ഇതാണ് നമ്മുടെ ആൻസർ. ക്ലിയർ ആണോ? 80 ഡിവൈഡ് ബൈ 3 നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ 26 40 സെക്കൻഡ് എന്ന് ആൻസർ കിട്ടും കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? 26.666 എന്നാണ് നമ്മുടെ യഥാർത്ഥ ആൻസർ വരുന്നത്. പക്ഷേ അതിനോട് ഏറ്റവും സാമ്യമുള്ളത് 26 മിനിറ്റും 40 സെക്കൻഡും എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ 26 40 എടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. സുരേഷ് said to Sushant. സുരേഷ് സെഡ് ടു സുശാന്ത്. സുരേഷ് സുശാന്തിനോട് പറയുകയാണ്, ഹി ഈസ് ദ വൺ ആൻഡ് ഓൺലി സൺ ഓഫ് മൈ മദേഴ്സ് ഫാദേഴ്സ് ബ്രദർ. എന്താ പറഞ്ഞേക്കുന്നത്? സുരേഷ് സുശാന്തിനെ നോക്കിയിട്ട് പറയുകയാണ്, സുശാന്തിനോട് പറയുകയാണ്, അല്ലെങ്കിൽ സുശാന്തിനെ നോക്കി പറയുകയാണ്. സുരേഷ് ഈസ് ദ വൺ ആൻഡ് ഓൺലി സൺ ഓഫ് മൈ മദേഴ്സ്. എൻ്റെ മദറിൻ്റെ ഫാദർ, എൻ്റെ മദറിൻ്റെ ഫാദർ. ഓക്കെ, ഫാദറിൻ്റെ ബ്രദർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മദറിൻ്റെ അങ്കിള്. ഇതാണ് മദറിൻ്റെ അങ്കിള്. ഓക്കെ, ഈ മദറിൻ്റെ അങ്കിളിൻ്റെ ഒരേ ഒരു മകനാണ് സുശാന്ത്. മനസ്സിലായോ? സുരേഷിൻ്റെ അമ്മാവൻ്റെ മകനാണ് സുശാന്ത്. അങ്ങനെയാണെങ്കിൽ സുരേഷും സുശാന്തും തമ്മിലുള്ള ബന്ധമാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ, അമ്മയുടെ അമ്മാവൻ്റെ മകനെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയും അയാളും തമ്മിൽ എന്താ ബ്രദർ സിസ്റ്റർ ബന്ധമാണ് അല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ ബ്രദറായിട്ട് വരും സുശാന്ത്. അതായത് സുരേഷിൻ്റെ അങ്കിള്. ഓപ്ഷനകത്ത് അങ്കിളെന്നുണ്ട്. ഓക്കെ, അങ്കിള്. അപ്പം സുരേഷിൻ്റെ അങ്കിളാണ് സുശാന്ത് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? വായിച്ച് മനസ്സിലാക്കിയാണ് പറയാം. അത് ഓക്കെ. ഇഫ് എ ക്യാൻ കംപ്ലീറ്റ് വർക്ക് ഇൻ 6 days. എക്ക് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 6 ദിവസം വേണം. ബിക്ക് അതേ ജോലി ചെയ്യാൻ 8 ദിവസം വേണം. സിക്ക് ആണെങ്കിൽ 12 ദിവസം വേണം. അങ്ങനെയാണെങ്കിൽ എയും ബിയും സിയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ എത്ര ദിവസം കൊണ്ട് ആ ജോലി കംപ്ലീറ്റ് ചെയ്യും? അപ്പോൾ ഇതുവരെ നമ്മൾ 2 പേര് ഒന്നിച്ച് ചേർന്ന് ചെയ്യുന്ന ഇക്വേഷനാണ് പഠിച്ചത്, XY ഡിവൈഡ് ബൈ X+Y എന്നുള്ളത്. പക്ഷെ ഇവിടെ 3 പേരുണ്ട്. 3 പേരുള്ളപ്പോഴുള്ള ഇക്വേഷൻ പഠിച്ചു വെച്ചേക്കുക. XYZ. ഇതിനകത്തിൽ ഒരാളെ X എന്ന് വിളിക്കാം, ഒരാളെ Y എന്ന് വിളിക്കാം, ഒരാളെ Z എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ XYZ ഡിവൈഡഡ് ബൈ XY പ്ലസ് YZ പ്ലസ് XZ. ക്ലിയർ ആണോ പറഞ്ഞേക്കുന്നത്? സിമ്പിൾ ഇക്വേഷൻ അല്ലേ? അങ്ങനെയാണെങ്കിൽ XYZ 6 × 8 × 12 ഡിവൈഡഡ് ബൈ XY, എക്സും വൈയും കൂടെ ഗുണിക്കുക. 6 × 8 48 പ്ലസ്
YZ 8 × 12 എത്രയായിട്ട് നമുക്ക് 96 പ്ലസ് അടുത്ത് നോക്കിയേ X × Z 6 × 12 72. ക്ലിയർ ആണോ? ആൻസർ എത്രയായിട്ട് നമുക്ക് 6 × 8 × 12 താഴത്തെ എല്ലാം കൂടെ ഗുണിക്കുമ്പോൾ എത്രയായിട്ട് നമുക്ക് 216. ദേ 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുക, 3 കൊണ്ട് ക്യാൻസൽ ചെയ്ത് നോക്കുക, 72 ഇവിടെ 2 കിട്ടും. ഓക്കെ, 72ഉം 8ഉം കൂടെ ക്യാൻസൽ ചെയ്യുന്നു, 9 കൊണ്ട് ക്യാൻസൽ ചെയ്തു. ഇനി എന്ത് ചെയ്യാം, നമുക്ക് 3 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. ദേ 12നെ 3 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 4, 2 × 4 8, 8/3 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. ക്ലിയർ ആണോ പറഞ്ഞത് മനസ്സിലായല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻ 2 ഐസോസിലസ് ട്രയാങ്കിൾ ABC ആൻഡ് ട്രയാങ്കിൾ PQR, 2 ഐസോസിലസ് ട്രയാങ്കിൾ പറയുന്നു, ABCയും PQRും. ദ റേഷ്യോ ഓഫ് ദ സൈഡ്സ്, അവരുടെ റേഷ്യോ തമ്മിലുള്ള സൈഡിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട് 1:2. 1:3 എന്ന് പറയുന്നത് സൈഡിൻ്റെ റേഷ്യോ ആണ്. അങ്ങനെയാണെങ്കിൽ അവരുടെ ഏരിയ തമ്മിലുള്ള റേഷ്യോ കണ്ടുപിടിക്കുക. ഏരിയ തമ്മിലുള്ള റേഷ്യോ ആണ് കാണാൻ ചോദിക്കുന്നതെങ്കിൽ പഠിച്ചു വെച്ചേക്കുക. ഏരിയ തമ്മിലുള്ള റേഷ്യോ ആണ് കാണാൻ ചോദിക്കുന്നതെങ്കിൽ സൈഡിൻ്റെ റേഷ്യോയുടെ സ്ക്വയർ എടുത്താൽ മതി. ഏരിയയുടെ റേഷ്യോ കാണാൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? സൈഡിൻ്റെ റേഷ്യോ തരും, അതിൻ്റെ സ്ക്വയർ എടുക്കുക. എന്ന് വെച്ചാൽ 1ൻ്റെ സ്ക്വയർ 1, 3യുടെ സ്ക്വയർ 9, 1:9. സിമ്പിൾ അല്ലേ? സൈഡിൻ്റെ റേഷ്യോ തന്നിട്ട് ഏരിയയുടെ റേഷ്യോ ആണ് ചോദിക്കുന്നതെങ്കിൽ എന്ത് ചെയ്താൽ മതി? സൈഡിൻ്റെ സ്ക്വയർ എടുത്താൽ മതി. ആൻസർ 1:9. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് വിൽ കം ഇൻ പ്ലേസ് ഓഫ് ദി ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ? നോക്കിയേ, കുറേ നമ്പേഴ്സ് തന്നിട്ടുണ്ട്, അതൊന്നും കൂട്ടാൻ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഇവിടെ തന്നിരിക്കുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ ഡെസിമൽ നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ഓക്കെ, ആദ്യത്തെ നമ്പർ 1224 അതിൻ്റെ കൂടെ എത്ര കൂട്ടണം? 122.4. അതിൻ്റെ കൂടെ 12.24 കൂട്ടണം. അതിൻ്റെ കൂടെ 1.224 കൂട്ടണം. ഓക്കെ, ഡെസിമൽ നമ്പേഴ്സ് കൂട്ടാൻ തരുമ്പോൾ എന്ത് ചെയ്താൽ മതി? ഡെസിമൽ നമ്പർ കൂട്ടാനും കുറയ്ക്കാനും തരുമ്പോൾ സിമ്പിളാണ്. എന്ത് ചെയ്താൽ മതി? ഇതേ ഫസ്റ്റ് നമ്പർ 1224, ഇതിനകത്ത് ഡെസിമൽ ഒന്നുമില്ല, നമുക്ക് വേണമെങ്കിൽ ഒരു ഡെസിമൽ കൊടുക്കാം. ഒരു ഡെസിമൽ 0 എന്ന് കൊടുത്തു. ഓക്കെ ആണല്ലോ? അടുത്ത നമ്പർ നോക്കിയാൽ 122.4. ഈ ഡെസിമലെല്ലാം ഒരേ ലെവലിൽ വരണം, അത്രയേ ഉള്ളൂ ആകെയുള്ള. ഓക്കെ, ഡെസിമലെല്ലാം ഒരേ ലെവലിൽ എഴുതിയിട്ട് നോക്കിയേ, 122.4. അടുത്തത് 12.24. അടുത്തത് 1.224. കണ്ടോ? ഡെസിമലെല്ലാം നേരെ വരണം, അതനുസരിച്ച് എഴുതുക, അത്രയേ ഉള്ളൂ. ഇവിടെ നോക്കിയേ, 4 കൂട്ടുമ്പോൾ 4, ഇവിടെ 4 × 2 6, ഇവിടെ 4 6 8. ഈ ഡെസിമലിനെല്ലാം നേരെ ഡെസിമൽ കൊടുത്തു. ഇനി ഇതേ നോക്കിയേ, 4 × 2 6 × 2 8 1 9, 2 × 2 4 1 5, 2 1 3 1, 1359.864. ഇതാണ് ആൻസർ. സിമ്പിൾ അല്ലേ? ഡെസിമൽ നേരെ കാണണം എന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇഫ് A/3, ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, A/3 = B/4 = C/5 ആണെങ്കിൽ A:2B:2C എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. ഇതിൻ്റെ ഒരുപാട് മോഡൽ നമ്മൾ ചെയ്തിട്ടുണ്ട്, പല രീതിയിലുള്ളത് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ഫ്രാക്ഷനാണ് വരുന്നതെങ്കിൽ A:2B:2C കാണാൻ എന്ത് ചെയ്താൽ മതി? ഇവിടുത്തെ ഡിനോമിനേറ്റേഴ്സ് അങ്ങ് അംശത്തിൽ റേഷ്യോയിൽ എഴുതിയാൽ മതി. 3:4:5. സിമ്പിളാണ്. 3:4:5 എന്താ? ഡിനോമിനേറ്റേഴ്സ് അങ്ങ് എടുത്ത് എഴുതിയാൽ മാത്രം മതിയാകും. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻ ദ ഫാമിലി റൺബീർ ഈസ് എൽഡർ ദാൻ മഹേഷ്. നോക്കിയേ, റൺബീർ എന്ന് പറഞ്ഞാൽ എൽഡർ ദാൻ മഹേഷ്, മഹേഷിനേക്കാൾ എൽഡർ ആണ്. നമുക്കത് ഇങ്ങനെ എഴുതാം, എൽഡർ എന്നുള്ളത് മഹേഷ്. കണ്ടോ? ഈ ഇങ്ങനെ അർത്ഥം എന്താ? ഈ M എന്ന് പറയുന്നത് ചെറിയ ആളും R എന്ന് പറയുന്നത് വലിയ ആളും എന്നല്ലേ അതിനർത്ഥം. ഓക്കെ, റൺബീർ എൽഡർ ദാൻ മഹേഷ്, മഹേഷിനേക്കാൾ മൂത്തതാണ് റൺബീർ. ബട്ട് യങ്ങർ ദാൻ ഗുരു, പക്ഷേ ഗുരുവിനേക്കാൾ ആര് ചെറുതാണ്? റൺബീർ ചെറുതാണ്. അപ്പോൾ നമുക്കത് ഇങ്ങനെ എഴുതാം, ഗുരുവിനേക്കാൾ ചെറുതാണ്. ഓക്കെ, ഇനി അടുത്ത വരി നോക്കിയേ. ആര്യൻ ഈസ് എൽഡർ ദാൻ ശിവ. ആര്യൻ എന്ന് പറയുന്നത് ശിവയേക്കാൾ എൽഡറാണ്. ആര്യൻ എന്ന് പറയുന്നത് ശിവയേക്കാൾ എൽഡറാണ്, മൂത്തതാണ്. ബട്ട് യങ്ങർ ദാൻ മഹേഷ്, പക്ഷേ മഹേഷിനേക്കാൾ ചെറുതാണ് ആര്? ആര്യൻ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇവർ പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഗുരു ആദ്യം എന്താ പറഞ്ഞത്? റൺബീർ മഹേഷിനേക്കാൾ വലുതാണ്, പക്ഷേ ഗുരുവിനേക്കാൾ ചെറുതാണ്. ഓക്കെ, അത് കഴിഞ്ഞ് പറഞ്ഞു ആര്യൻ എന്ന് പറയുന്നത് ശിവയേക്കാൾ മൂത്തതാണ്, പക്ഷേ മഹേഷിനേക്കാൾ ചെറുതാണ്.
ഓക്കെ ആണല്ലോ, കറക്റ്റായിട്ടാണല്ലോ എഴുതിയേക്കുന്നത്. ക്വസ്റ്റ്യൻ, ഹൂ ഈസ് ദ സെക്കൻഡ് എൽഡസ്റ്റ് പേഴ്സൺ? ഈ ഒരു ഫാമിലിയിലെ ഏറ്റവും മൂത്തതിലെ രണ്ടാമത്തെ ആൾ ആരാണ്? രണ്ടാമത്തെ ആൾ ഇതേ നോക്കിയേ, ആരാണ് രണ്ടാമത്തത്? രൺബീർ. ക്ലിയർ ആണല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ ട്രയാങ്കിൾ എ ബി സി ആംഗിൾ ബി ഈക്വൽ ടു 90 ഡിഗ്രി. നമുക്കൊരു ട്രയാങ്കിൾ വരച്ച് നോക്കാം. അതിനകത്തിലെ ഇതൊരു മട്ടത്രികോണമാണ് അല്ലേ? ആംഗിൾ ബി 90 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കൊരു മട്ടത്രികോണം വരയ്ക്കാം. ആംഗിൾ ബി, ഓക്കെ, ബി വരുന്നത് 90 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഇതിനെ എ ബി സി എന്ന് പേര് കൊടുക്കുന്നു. ആൻഡ് ടാൻ എ ഈക്വൽ ടു √3. ടാൻ എ ഈക്വൽ ടു √3 എന്ന് തന്നിട്ടുണ്ട്. ടാൻ എ ഈക്വൽ ടു √3 ആണെങ്കിൽ എപ്പോഴാണ് √3യുടെ വാല്യൂ എപ്പോഴാണ് ഒരു ആംഗിളിൻ്റെ ടാൻ √3 എന്ന് കിട്ടുന്നത്? അല്ലെങ്കിൽ ടാൻ ഏത് ആംഗിൾ എടുക്കുമ്പോഴാണ് √3 കിട്ടുന്നത്? ടാൻ 60 എടുക്കുമ്പോഴാണ് നമുക്ക് എന്തെന്ന് കിട്ടുന്നത്? ടാൻ 60 ആണ് √3. അതായത് എ എന്ന് പറയുന്ന ആംഗിൾ എത്രയായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. എ എന്ന് പറയുന്ന ആംഗിൾ 60 ഡിഗ്രി. അപ്പോൾ ഇത് 90 ഡിഗ്രി, ഈ ആംഗിൾ 60 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ആംഗിൾ സി എത്രയായിരിക്കും? 30 ഡിഗ്രി. നമുക്കറിയാം അല്ലേ, ഒരു ട്രയാങ്കിളിനകത്തിലെ ആംഗിൾ 180 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് 90, ഇത് 60 ആയി കഴിഞ്ഞാൽ ബാക്കിയുള്ള 30 ഡിഗ്രി എന്ന് പറയുന്ന ആംഗിൾ സി ആയിരിക്കും. ക്ലിയർ ആണോ? നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത് സൈൻ എ കോസ് സി പ്ലസ് കോസ് എ സൈൻ സി ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതേ നോക്കിക്കോ, ഇത്രയും നമ്മൾ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മുടെ ചോദിച്ചിരിക്കുന്നത് സൈൻ എ കോസ് സി. ഓക്കെ, സൈൻ എ എന്ന് വെച്ചാൽ ഇവിടുത്തെ എയുടെ ആംഗിൾ എത്ര? 60. സൈൻ 60 ഇൻറ്റു കോസ് സി എന്ന് വെച്ചാൽ 30 പ്ലസ് കോസ് എ എന്ന് വെച്ച് കഴിഞ്ഞാൽ cos 16 ഇൻറ്റു സൈൻ സി സൈൻ 30. ഓക്കെ, നോക്കുക, ഞാൻ മുമ്പേ നമ്മൾ പറഞ്ഞു 16, 30, 45, 90യുടെ വാല്യൂസ് കണ്ടുപിടിച്ച് വെച്ചേക്കുക. സൈൻ 60 എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര? സൈൻ 60 എന്ന് വെച്ചാൽ √3/2. ഇത് എളുപ്പ വഴി എങ്ങനെ പഠിക്കാമെന്നൊക്കെ നമ്മുടെ വീഡിയോയിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് സൈൻ 60, 30, 45, 90യുടെ എളുപ്പത്തിൽ കാണാപഠിക്കേണ്ട, വെറുതെ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കാണാപ്പാടമാവും. ആ രീതിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. √3/2. ഓക്കെ, കോസ് 30 എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും എത്രയാണ്? √3/2 ആണ്. പ്ലസ്, ഓക്കെ, ഇതിൻ്റെ ഇടയിൽ ഇൻറ്റു ആണ്, പ്ലസ് കോസ് 60 എന്ന് വെച്ചാൽ 1/2 ആണ്. സൈൻ സി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സൈൻ 30 എന്ന് പറയുന്നതും 1/2 ആണ്. ഓക്കെ, √3 ഇൻറ്റു √3 3 അല്ലേ? 2 ഇൻറ്റു 2 4 പ്ലസ് 1 ഇൻറ്റു 1 1, 2 ഇൻറ്റു 2 4. ഓക്കെ, 3/4 പ്ലസ് 1/4 ആൻസർ 4/4 ആൻസർ 1 എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണ്. ഈ വാല്യൂസ് പഠിച്ചു വെച്ചേക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിനകത്തിൽ ആകെ പറയാനുള്ളത്. അത് നോക്കിയേ, 4 letter clusters have been given, out of which 3 are alike in some manner while one is different. Select the odd letter clusters. താഴെ കുറേ ലെറ്റേഴ്സിൻ്റെ കൂട്ടത്തെ കൊടുത്തിട്ടുണ്ട്. അതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോക്കിക്കളയാം നമുക്ക്. ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. SVY ഫസ്റ്റ് ഓപ്ഷൻ നോക്കാം. SVY എന്താ പ്രത്യേകം നോക്കിയേ? എസ് 2 പേര് കഴിഞ്ഞപ്പോൾ വി കഴിഞ്ഞ് 2 പേര് കഴിഞ്ഞപ്പോൾ Y. ഓക്കെ, പ്രത്യേകത ഉണ്ടോ? +2 കണ്ടോ? 2 പേരെ ഒഴിവാക്കിയാണ് എഴുതിയേക്കുന്നത്. അടുത്ത ആൾ നോക്കിയാൽ W കഴിഞ്ഞിട്ട് 2 പേര് കഴിഞ്ഞപ്പോൾ Z കറക്റ്റാണ്. Z കഴിഞ്ഞ് 2 പേര് കഴിയാന്ന് വെച്ചാൽ വീണ്ടും ആദ്യം മുതൽ നോക്കണം. ഓക്കെ, അപ്പം Z കഴിഞ്ഞ് 2 പേര് കഴിഞ്ഞപ്പോൾ C കറക്റ്റാണ്, അതും കറക്റ്റാണ്. അത് രണ്ടും ഒരേപോലെയാണ്. അടുത്ത I നോക്കിയേ, I കഴിഞ്ഞിട്ട് 2 പേര് കഴിഞ്ഞപ്പോൾ L കഴിഞ്ഞ് 2 പേര് കഴിഞ്ഞപ്പോൾ O, അതും കറക്റ്റാണ്. അടുത്ത M നോക്കിയേ, M കഴിഞ്ഞ് 2 പേര് കഴിയുമ്പോൾ ആര് വരണം? P വരണം. ഓക്കെ, അത് കറക്റ്റാണ്. P കഴിഞ്ഞ് 2 പേര് കഴിയുമ്പോൾ ആര് വരണം? S ആയിരുന്നു വരേണ്ടത്, പക്ഷെ ഇവിടെ R ആണ് വന്നേക്കുന്നത്. അപ്പോൾ കൂട്ടത്തിൽ പെടാത്തത് ഇതാണ്. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ ഈസ് 8.8 സെൻറ്റിമീറ്റർ. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദി ഡയമീറ്റർ? ഓക്കെ, ഒരു സർക്കിളിൻ്റെ സർക്കംഫറൻസ് ആണ് തന്നിരിക്കുന്നത്, ചുറ്റളവാണ് തന്നിരിക്കുന്നത് 8.8. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഡയമീറ്റർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഡയമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്? 2R ആണ് ഡയമീറ്റർ. 2R ആണ്. റേഡിയസിൻ്റെ ഇരട്ടിയാണ് ഡയമീറ്റർ എന്ന് പറയുന്നത്. റേഡിയസിൻ്റെ ഇരട്ടിയാണ് ഡയമീറ്റർ. എന്താ റേഡിയസും ഡയമീറ്ററും ഒക്കെ നോക്കിയേ? സെൻറ്ററിൽ നിന്നും വൃത്തത്തിലേക്ക് വരയ്ക്കുന്ന വരയാണ് റേഡിയസ്. നമ്മൾ കോമ്പസ് എടുത്തിട്ട് അളവെടുക്കത്തില്ലേ, അതാണ് റേഡിയസ്. ഇതിങ്ങനെ നീട്ടി എതിർവശത്തേക്കും കൂടെ വരച്ചു കഴിഞ്ഞാൽ അതേ ഈ മൊത്തത്തിലുള്ള ലെങ്താണ് എന്തെന്ന് പറയുന്നത്? ഡയമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതേ ഇവിടെ ഒരു 6 ഉണ്ട്, ഇവിടെ ഒരു 6, 6 6
2r. അപ്പം ഡയമീറ്റർ എന്ന് പറയുന്നത് എത്രയാ? 2r ആണ്. അങ്ങനെയാണെങ്കിൽ ഇതേ നോക്കി, ഇവിടെ സർക്കംഫറൻസ് തന്നിട്ടുണ്ട്. എന്താ വൃത്തത്തിൻ്റെ ചുറ്റളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? 2πr ആണ്. 2πr എന്ന് വെച്ച് കഴിഞ്ഞാൽ 8.8 ആണെന്ന് തന്നിട്ടുണ്ട്. 2πr 8.8 ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ട ആരെയാ? 2r-നെയാണ്. 2r-നെ കണ്ടുപിടിക്കുന്നതുകൊണ്ട് r അവിടെ ഇട്ടു, പയ്യെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ 8.8, പയ്യയുടെ വാല്യൂ എത്ര? 22/7 ആണ് പയ്യയുടെ വാല്യൂ. അത് ഈക്വൽ ടു ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താവും? അത് ഇൻറ്റു 7/22 ആവും. നേരെ തല തിരിഞ്ഞ് വീഴും അല്ലേ? നോക്കിയേ, 22ഉം 8.8ഉം കൂടെ ക്യാൻസൽ ചെയ്യാം. നമുക്ക് 0.8 എന്ന് കിട്ടും, ഇവിടെ 2 എന്നും കിട്ടും. വീണ്ടും ഇതിനെ ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 0.4 എന്ന് കിട്ടും. ഓക്കെ, 0.4 ഇൻറ്റു 7, 0.4 ഇൻറ്റു 7 2.8. ആൻസർ 2.8 എന്ന ആൻസർ കിട്ടി. 2.8. ക്ലിയർ ആണോ? പറഞ്ഞാൽ ക്ലിയർ ആണോ? ചുറ്റളവ് തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? എന്താ? ഡയമീറ്റർ കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ r കണ്ടുപിടിച്ചാൽ മതി. വളരെ സിമ്പിളായിരുന്നു അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻ സർട്ടൈൻ കോഡ് ലാംഗ്വേജ് മൈനസ് റെപ്രസെൻറ്റ് പ്ലസ്, പ്ലസ് റെപ്രസെൻറ്റ് ഇൻറ്റു, ഇൻറ്റു റെപ്രസെൻറ്റ് ഡിവിഷൻ, ഡിവിഷൻ റെപ്രസെൻറ്റ് മൈനസ്. ഫൈൻഡ് ഔട്ട് ദി ആൻസർ ടു ദി ഫോളോയിങ് ക്വസ്റ്റ്യൻ. താഴെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. അതിനകത്തുള്ള സിമ്പിൾസ് എല്ലാം മാറ്റി ഇപ്പം തന്നിരിക്കുന്ന സിമ്പിൾസ് ഇടാനെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിയേ, ക്വസ്റ്റ്യൻ ഒന്നും മാറ്റി എഴുതാം. 27 മൈനസ് റെപ്രസെൻറ്റ് പ്ലസ് ആണ്. അപ്പം മൈനസിന് വരെ നമ്മൾ പ്ലസ് ഇട്ടു. 9 പ്ലസ് റെപ്രസെൻറ്റ് ഇൻറ്റു ഇട്ടു 3. വീണ്ടും മൈനസ് വന്നു. മൈനസ് എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യും? പ്ലസിനെ റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ, ഡിവൈഡഡ് ബൈ 3. ഡിവൈഡഡ് ബൈ 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവിഷൻ എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഡിവിഷൻ റെപ്രസെൻറ്റ് മൈനസിനെ റെപ്രസെൻറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണോ? ഓക്കെ, ഇതിനകത്ത് നമുക്കിത് ഒന്നിൽ കൂടുതൽ ഓപ്പറേഷൻ തന്നു കഴിഞ്ഞാൽ ബോർഡ് മാസ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. ബോർഡ് മാസ്. ഓക്കെ, നോക്കണം. ആദ്യം മാസ്, ബോർഡ് മാസ് ആദ്യം ഡിവിഷൻ ചെയ്യണം. ഇതിനകത്ത് ഡിവിഷൻ ഇല്ല. ആദ്യം ഡിവിഷൻ ചെയ്യണമായിരുന്നു, ഇതിനകത്ത് ഡിവിഷൻ ഇല്ല അല്ലേ? അത് കഴിഞ്ഞ് മൾട്ടിപ്ലിക്കേഷൻ. 9 ഇൻറ്റു 3, 9 ഇൻറ്റു 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ 27. 9 ഇൻറ്റു 3 27. ഓക്കെ, അത് കഴിഞ്ഞാൽ അഡിഷൻ ചെയ്യണം. ഇവിടെ നോക്കിയേ, അഡിഷൻ ചെയ്യാൻ 27 പ്ലസ് 27. ഈ കിടക്കുന്ന 27 ആണ്. ഇത് 9 ഇൻറ്റു 3 ആണ് 27, ഈ 27. അപ്പോൾ 27 പ്ലസ് 27 പ്ലസ് 3 മൈനസ് 3 ക്യാൻസലായി പോകുന്നു. 54. ക്ലിയർ ആണോ? ക്ലിയർ ആണോ പറഞ്ഞേക്കുന്നത്? ഓക്കെ, ആൻസർ 54. ഇതേ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ഈക്വൽ ടു 158 ആണെങ്കിൽ എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് ഈക്വൽ ടു 185. അങ്ങനെയാണെങ്കിൽ എ ബൈ ബിയുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതേ ക്വസ്റ്റ്യൻ നോക്കിയേ. എ ക്യൂബ് മൈനസ് ബി ക്യൂബ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 158. അടുത്ത് പറഞ്ഞു എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് എത്രയാണെന്ന് പറഞ്ഞു? 185. നമുക്കിതിനെ രണ്ട് ഇക്വേഷനായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ രണ്ട് ഇക്വേഷൻ തമ്മിലൊന്ന് കൂട്ടി നോക്കിയേ. എ ക്യൂബ് പ്ലസ് എ ക്യൂബ് 2a ക്യൂബ് എന്ന് കിട്ടി അല്ലേ? മൈനസ് ബി ക്യൂബ് പ്ലസ് ബി ക്യൂബ് ക്യാൻസലായി പോയി. 158 പ്ലസ് 185, 158 പ്ലസ് 185 എത്രയായിട്ട് നമുക്ക്? 343. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ എ ക്യൂബ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എ ക്യൂബ് ഈക്വൽ ടു 343 ഡിവൈഡ് ബൈ 2. എ ക്യൂബാണ് നമുക്ക് കണ്ടുപിടിക്കുക, സോറി എ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് ക്യൂബ് മാറ്റാം നമുക്ക്. ഇത് ക്യൂബ് ഇപ്പുറത്തേക്ക് വരുമ്പോൾ ക്യൂബ് റൂട്ട് ആവും. 343ൻ്റെ ക്യൂബ് റൂട്ട് 7ഉം 2ൻ്റെ ക്യൂബ് റൂട്ട് നമുക്കറിയില്ല. അതുകൊണ്ട് ക്യൂബ് റൂട്ട് ഓഫ് 2 എന്നും എഴുതി. ക്ലിയർ ആണോ? അപ്പോൾ എയുടെ വാല്യൂ കിട്ടി. എന്ത്? ഒന്നാമത്തെ ഇക്വേഷനും രണ്ടാമത്തെ ഇക്വേഷനും കൂടെ കൂട്ടിയപ്പോൾ എയുടെ വാല്യൂ കിട്ടി. ഇനി ഈ രണ്ട് ഇക്വേഷനെ തമ്മിൽ നമുക്കൊന്ന് കുറച്ച് നോക്കിയാലോ. എ ക്യൂബ് ഞാൻ കുറയ്ക്കാൻ വേണ്ടിയുള്ള സൗകര്യത്തിന് രണ്ടാമത്തെ ഇക്വേഷൻ ആദ്യം എഴുതുന്നു. എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് ഈക്വൽ ടു 185. അതിൽ നിന്ന് എന്ത് ചെയ്യുക? മൈനസ് എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ഈക്വൽ ടു 158 കുറയ്ക്കുക. കുറയ്ക്കാൻ തന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? രണ്ടാമത്തെ ഇക്വേഷൻ്റെ എല്ലാം ചിഹ്നം അങ്ങ് മാറ്റുക. ഇവിടെ മൈനസായി, ഇവിടെ പ്ലസ് ആയി, ഇവിടെ മൈനസായി. ചിഹ്നം മാറ്റിയിട്ട് കൂട്ടിയാൽ മതി. എ ക്യൂബും കൂടെ ക്യാൻസലാവും. ബി ക്യൂബ് പ്ലസ് ബി ക്യൂബ് 2b ക്യൂബ് ഈക്വൽ ടു 185 മൈനസ് 158 എത്ര കിട്ടും നമുക്ക്? 27 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ബി ക്യൂബ് ഈക്വൽ ടു 27 ഡിവൈഡ് ബൈ 2. ബി ഈക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ് 27 എന്ന് പറയുന്നത് 3 ആണ്. ഡിവൈഡഡ് ബൈ ക്യൂബ് റൂട്ട് ഓഫ് 2 അറിയില്ല, ക്യൂബ് റൂട്ട് ഓഫ് 2 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എയുടെയും ബിയുടെയും വാല്യൂ കിട്ടി. ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടത്? എ ബൈ ബി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നീ നോക്കിയേ, എയുടെ വാല്യൂ എത്ര? എയുടെ വാല്യൂ 7 ബൈ ക്യൂബ് റൂട്ട് ഓഫ് 2. ഓക്കെ, ഡിവൈഡഡ് ബൈ ബിയുടെ വാല്യൂ എത്ര? 3 ബൈ ക്യൂബ് റൂട്ട് ഓഫ് 2. ഓക്കെ ആണോ? ഈക്വൽ ടു 7 ഡിവൈഡ് ബൈ 3 ക്യൂബ് റൂട്ട് ഓഫ്
ക്യൂബ് റൂട്ട് ഓഫ് 2 ഡിവിഷൻ ഇൻറ്റു ആകും. കാരണം എന്താ, രണ്ട് ഫ്രാക്ഷനെ തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ ആദ്യത്തെ ഫ്രാക്ഷൻ അതേപോലെ ആയിരുന്നു, ഡിവിഷൻ മാറി മൾട്ടിപ്ലിക്കേഷൻ ആകുന്നു, രണ്ടാമത്തെ ഫ്രാക്ഷനെ തിരിച്ചിടുന്നു, അന്നേരം ക്യൂബ് റൂട്ട് ഓഫ് 2 മേളിൽ പോകുന്നു, താഴെ 3 വരുന്നു, ഇതും ക്യാൻസൽ ചെയ്ത് പോകുന്നു. 7/3 എന്ന ആൻസർ കിട്ടി. 7/3 ഓപ്ഷൻ 1. ക്ലിയർ ആണോ പറഞ്ഞേക്കുന്നത്? ക്ലിയർ ആണോ? സിമ്പിൾ ആണല്ലോ. ഓക്കെ, വേഗം നമ്മൾ പറഞ്ഞു പോവുക, ഒരു കംപ്ലീറ്റ് ചെയ്യണം, അതുകൊണ്ടാണ്. ഫൈൻഡ് ദ ഏരിയ ഓഫ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഇഫ് ദ സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ ഈസ് 2 × 3⁻1. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഒരു 2 × 3⁻1/4. ഓക്കെ, ഇത് ഒരു ട്രയാങ്കിളിൻ്റെ, ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡാണ് 2 × 3⁻1/4 എങ്കിൽ ആ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തുവാ? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെങ്കിൽ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ √3/4a². ഇത് എ എന്ന് പറയുന്നതാണ് സൈഡ്. ആ എ ആണ് ഈ തന്നിരിക്കുന്നത് 2 × 3⁻1/4 എന്ന്. അപ്പോൾ ഈ എയുടെ വാല്യൂ നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇത് നോക്കിയേ, √3 × എയുടെ വാല്യൂ എത്ര? 2 × 3⁻1/4 ദ ഹോൾ സ്ക്വയർ. a² എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ, അതുകൊണ്ട് സ്ക്വയർ /4 ഈക്വൽ ടു √3 × സ്ക്വയർ രണ്ട് പേർക്കും ബാധകമാണ്. സ്ക്വയർ ഇൻറ്റു 2ൻ്റെ സ്ക്വയർ എത്ര? 4. ഓക്കെ, 4 × 3⁻1/4. ഇതേ നോക്കിയേ, 3⁻1/4 ദ ഹോൾ സ്ക്വയർ. ഇത് ഏത് ഇക്വേഷനാണ്? a⁻m ദ ഹോൾ n ഈക്വൽ ടു a⁻m × n എന്ന് വെച്ചാൽ 1/4 × 2 ചെയ്യണം. 1/4 × 2 ചെയ്ത് കഴിഞ്ഞാൽ 1/2 എന്ന് കിട്ടും. അതായത് 3⁻1/2 3⁻1/2 അല്ലേ, 4ഉം 4ഉം ക്യാൻസലായി. ഇതേ നോക്കിയാൽ ബാക്കി √3 × 3⁻1/4. 3⁻1/4 എന്ന് വെച്ച് കഴിഞ്ഞാൽ √3 എന്നാണ് അർത്ഥം. 3⁻1/4 √3. √3 × √3 എത്ര കിട്ടും? വെറും 3 അല്ലേ. √3 × √3 3 എന്ന് കിട്ടും. ആൻസർ 3. ക്ലിയർ ആണോ പറഞ്ഞേക്കുന്നത്? സിമ്പിൾ ആണല്ലോ. ഈ പറഞ്ഞു പോയതിനകത്ത് ചെറിയ 2-3 ഇക്വേഷൻ ഉണ്ട്, കാണാൻ പഠിച്ച് വെച്ചേക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ദ ലെങ്ത് ഓഫ് ദ റെക്ടാങ്കിൾ ഈസ് 10% മോർ ദാൻ ഇറ്റ്സ് ബ്രെഡ്ത്ത്. നോക്കിയേ, ഒരു റെക്ടാങ്കിളിൻ്റെ ബ്രെഡ്ത്തും ലെങ്തും തമ്മിലുള്ള വ്യത്യാസമാണ് പറഞ്ഞേക്കുന്നത്. എന്താ പറഞ്ഞേക്കുന്നത്? ലെങ്ത് ഓഫ് എ റെക്ടാങ്കിൾ ഈസ് 10% മോർ ദാൻ ഇറ്റ്സ് ബ്രെഡ്ത്ത്. അപ്പം ബ്രെഡ്ത്തിനെ നമുക്ക് എക്സ് എന്നെടുത്താൽ, ബ്രെഡ്ത്ത് വീതി എക്സ് എന്നെടുത്താൽ അതിൻ്റെ 10% കൂടുതലാണ്. 10% കൂടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ എടുക്കണം നമ്മൾ? ഇതിൻ്റെ 10% കൂടുതലാണ്. ഇതിൻ്റെ 10% കൂടുതൽ എന്ന് വെച്ചാൽ 110/100. കണ്ടോ, എക്സിൻ്റെ 10% കൂടുതലാണ്. അപ്പോൾ എക്സ് ഇൻറ്റു 110/100. ക്ലിയർ ആണോ പറഞ്ഞേക്കുന്നത്? എക്സ് ഇൻറ്റു 110/100. ഓക്കെ, ഇതിനെ എങ്ങനെ ചെയ്യാം? നമുക്കത് 0 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാം 11x/10. ഇതാണ് ലെങ്ത്. അപ്പം ബ്രെഡ്ത്ത് എക്സ് ആണെങ്കിൽ ലെങ്ത് എത്ര കിട്ടും? 11x/10. ഇനി എന്താ ചോദിച്ചേക്കുന്നത്? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഏരിയ 110 cm² ആണെങ്കിൽ, ആണെങ്കിൽ ബ്രെഡ്ത്ത് കണ്ടുപിടിക്കുക. ഓക്കെ, എന്തായാലും ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് ഏരിയ. ലെങ്ത് എത്ര കിട്ടി? 11x/10 ഇൻറ്റു അതിൻ്റെ കൂടെ ബ്രെഡ്ത്ത് ഗുണിക്കണം, എക്സ് ഗുണിക്കുമ്പോൾ നമുക്ക് 110 cm² എന്ന് ഏരിയ കിട്ടും അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇത് നോക്കിയേ, 11x × x 11x² /10 ഈക്വൽ ടു 110. ഓക്കെ, 10നെ അപ്പുറത്ത് കൊണ്ട് എന്ത് ചെയ്യും? ഇൻറ്റു ചെയ്യും. അങ്ങനെയാണെങ്കിൽ 11x² ഈക്വൽ ടു 110 × 10 1100 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ x² ഈക്വൽ ടു 1100/11. 11 ക്യാൻസലായിപ്പോയി, ബാക്കി ആരവശേഷിക്കും? 100 അവശേഷിക്കും. x² 100 ആണെങ്കിൽ x ഈക്വൽ ടു √100 ഈക്വൽ ടു 10 ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ എത്ര സെൻറ്റിമീറ്റർ ആയിരിക്കും? 10 സെൻറ്റിമീറ്റർ. സിമ്പിൾ അല്ലേ. എല്ലും ബിയും എന്താണെന്ന് കണ്ടുപിടിക്കുക. L × B ആണ് ഏരിയ. അതിനകത്തിലേക്ക് വാല്യൂ ഇട്ട് കൊടുക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ദ തേർഡ് ലെറ്റർ ക്ലസ്റ്റർ ഇൻ ദ സെയിം വേ ആസ് ദ സെക്കൻഡ് ലെറ്റർ ക്ലസ്റ്റർ ഈസ് റിലേറ്റഡ് ടു ദ ഫസ്റ്റ് ലെറ്റർ ക്ലസ്റ്റർ. ഓക്കെ, ഇത് തമ്മിലുള്ള പ്രത്യേകത മനസ്സിലാക്കിയിട്ട് ഈ വാക്കിൻ്റെ കൂടെ വരാൻ ചാൻസ് ഉള്ള വാക്ക് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ക്ലിയർ ആണോ പറഞ്ഞേക്കുന്നത്? ഓക്കെ, പ്രത്യേകം നോക്കിയേ, ഇവിടെ V, ഇവിടെ Z അല്ലേ. വൊവ്വൽ അല്ലെങ്കിൽ ഇത് നോക്കിയേ, VOWEL. ഇതിനെങ്ങനെ എഴുതിയേക്കുന്നത്? ZPAFP എന്നാണ് എഴുതിയേക്കുന്നത്. നോക്കാം പ്രത്യേകത. വിയും ഇസഡും തമ്മിലുള്ള പ്രത്യേകത. നോക്കി, V കഴിഞ്ഞിട്ട് 3 പേര് കഴിഞ്ഞ് Z.
ഓക്കെ ആണോ? വി കഴിഞ്ഞ് 3 പേര് കഴിഞ്ഞ് ഇസഡ്. അടുത്ത ഒ കഴിഞ്ഞിട്ട് ദേ നോക്കിയേ, ഒ കഴിഞ്ഞിട്ട് തൊട്ടടുത്തുള്ള ആളാണ് പി. ഒ കഴിഞ്ഞ് തൊട്ടടുത്തുള്ള ആളാണ് പി. ഡബ്ല്യു കഴിഞ്ഞിട്ട് വീണ്ടും 3 പേര് കഴിഞ്ഞ് എ. ഡബ്ല്യു കഴിഞ്ഞ് വീണ്ടും 3 പേര് കഴിഞ്ഞിട്ട് എ. ഈയുടെ തൊട്ടടുത്തുള്ള ആൾ. അടുത്ത നോക്കിയേ എല്ല് കഴിഞ്ഞിട്ട് വീണ്ടും 3 പേര് കഴിഞ്ഞിട്ട് പി. അപ്പം ആദ്യം 3 പേര് കഴിയണം, പിന്നെ ഒരാൾ, വീണ്ടും 3 പേര്, ഒരാൾ, അങ്ങനെയാണ് അല്ലേ? അപ്പോൾ എഫ് ആർ ഐ സി കെ നോക്കാം, നമുക്ക് പ്രത്യേകം നോക്കാം. എഫ് കഴിഞ്ഞിട്ട് 3 പേര് കഴിയണം, അത് കഴിഞ്ഞുള്ള ആൾ ജെ. ആറിൻ്റെ തൊട്ടടുത്തുള്ള ആൾ എസ്. അടുത്ത ഐ കഴിഞ്ഞ് 3 ആൾ കഴിയണം, 3 ആൾ കഴിയുമ്പോൾ എം. സിയുടെ തൊട്ടടുത്തുള്ള ആൾ ഡി. കെ കഴിഞ്ഞ് 3 ആൾ കഴിയുമ്പോൾ ഒ. ഓക്കെ, നമ്മുടെ ആൻസർ ജെ എസ് എം അപ്പം നമ്മുടെ ആൻസറിനകത്തിൽ ഇതാണ് വരേണ്ടത്. പക്ഷേ നമ്മുടെ ആൻസറിനകത്തിൽ ഇങ്ങനൊരു ഓപ്ഷൻ ഇല്ല. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് ഇഫ് 12:51 x:17. 12:51 x:17. നോക്കിയേ, എന്താ പ്രത്യേകത എന്ന് നോക്കിയേ. 12:51 ഈ പ്രത്യേകത കണ്ടുപിടിച്ചിട്ട്, അതല്ല, 12:15 നമ്മളിത് A:B ഈ കണക്ക് ചെയ്യുന്നത് A:B x:17 അനുപാതം എന്ന് പറയുന്നൊരു കണക്കുണ്ടല്ലോ, അനുപാതത്തിനകത്തിൽ ഒരു മിസ്സിങ് പാർട്ട്, അല്ലെങ്കിൽ നമ്മളൊരു പ്രത്യേകത പഠിച്ചു, എന്താ B × X എന്ന് പറയുന്നത് A:17 ഈക്വലാണ്, അല്ലെങ്കിൽ A:Bക്ക് ഈക്വലാണ് എന്ന് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എക്സ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 12 × 17 ഡിവൈഡഡ് ബൈ B കണ്ടുപിടിച്ചാൽ മതി. 12 × 17 ഡിവൈഡ് ബൈ 51 കണ്ടുപിടിച്ചാൽ മതി. 12 × 17 ഡിവൈഡ് ബൈ 51 കണ്ടുപിടിച്ചാൽ മതി. ക്ലിയർ ആണോ? ഇതേ നോക്കിയേ, 51 3 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ നമുക്ക് 17 കിട്ടും. ഇവിടെ 12 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 കിട്ടും. ഓക്കെ, 17 ക്യാൻസലായി പോകുന്നു, ആൻസർ 4 കിട്ടി. ഓക്കെ, എക്സിൻ്റെ വാല്യൂ 4. ക്ലിയർ ആണോ പറഞ്ഞേക്കുന്നത്? ഏതാ ഇക്വേഷൻ? ഒന്നെങ്കിൽ ഇങ്ങനെ പഠിച്ചു വെച്ചേക്കുക, BX = A ഇതായിരിക്കും, ഇങ്ങനെ പഠിച്ചു വെച്ചേക്കുക. ഇതിന് നമുക്കൊന്ന് എഴുതി നോക്കാം. A:B എന്ന് പറയുന്നത് C:D തുല്യമാണെങ്കിൽ, C:D ആണെങ്കിൽ ഇതിനകത്ത് നമുക്ക് എഴുതാം AD = BC എന്ന് എഴുതാം. പഠിച്ചു വെച്ചേക്കുക. ഓക്കെ ആണോ? ഇതൊക്കെ നേരത്തെ നമ്മൾ അനുപാതത്തിനകത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ആ വീഡിയോസ് കാണാത്തവർ ആ വീഡിയോ കാണണം. ഓക്കെ, ഇഫ് 2 ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, ഇവിടെ 2 ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. x² + ax + b = 0, x² + ax + b = 0 ആൻഡ് x² + bx + a = 0. എന്നിട്ട് ഹാവ് എ കോമൺ റൂട്ട്, ഫൈൻഡ് ദ വാല്യൂ ഓഫ് a + b കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇതേ നോക്കിയേ, രണ്ടും =0 ആണെന്ന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ 2 ഇക്വേഷനെയും ഈക്വൽ ടു എഴുതാം. x² + 2x ഓക്കെ, x² + ax + b = എന്തെന്ന് എഴുതാം നമുക്ക്? x² + bx + a എന്ന് എഴുതാം. ഓക്കെ ആണോ? ഇതിനകത്ത് രണ്ടിടത്തും x² നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി എന്താ അവശേഷിക്കും? ax + b = bx + a. ഓക്കെ, എക്സ് ഉള്ള ടേം എല്ലാം ഒരിടത്തേക്ക് മാറ്റി. AX ഇവിടെ +BX ഇപ്പുറത്തേക്ക് വരുമ്പോൾ -BX ആകും, = ഇവിടെ A ഉണ്ട്, ഈ B ഇപ്പുറത്തേക്ക് വരുമ്പോൾ -B ആകും. ഓക്കെ, രണ്ടിടത്തും എക്സ് ഉണ്ട്, എക്സിനെ കോമൺ ആയിട്ട് എടുക്കുന്നു. A - B = A - B. ഓക്കെ, ഇവിടെ x ആണ്, x എന്ത് ചെയ്യുക? A - B. ഈ A - B = ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഡിവിഷൻ ആകും അല്ലേ? ഇവിടെ എക്സിൻ്റെ കൂടെ ഗുണിച്ചിരിക്കുകയാണ്, = ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്താകും? ഡിവിഷൻ ആകും. അതുകൊണ്ട് A - B ഡിവൈഡ് ബൈ A - B എത്ര കിട്ടും നമുക്ക്? 1 എന്ന് കിട്ടും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് 1 എന്ന് കിട്ടി. ഈ എക്സിൻ്റെ വാല്യൂ ഏതെങ്കിലും ഒരു ഇക്വേഷനകത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഓക്കെ, നമുക്ക് ഒന്നാമത്തെ ഇക്വേഷനകത്തിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ x² എന്ന് പറയുന്ന 1 ആണ്. 1 + a × 1 a + b = 0.
ഓക്കെ, നമുക്ക് എ പ്ലസ് ബി എത്ര ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എ പ്ലസ് ബി ഈക്വൽ ടു +1 ഈക്വൽ ടു ഇപ്പുറത്തേക്ക് വരുമ്പോൾ -1 എന്നായി. എ പ്ലസ് ബി ഈക്വൽ ടു -1. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഓക്കെ, അടുത്ത് നോക്കിയേ. ഇൻ എ സെർട്ടൻ ലാംഗ്വേജ് ഹസ്റ്റിൽസ്, ഇതേ നോക്കിയേ, ഹസ്റ്റിൽ എന്ന് എഴുതിയേക്കുന്നത് എങ്ങനെയാണ്? SUHELT എന്ന് എഴുതിയേക്കുന്നു. അങ്ങനാണെങ്കിൽ TEXTERനെ എങ്ങനെ എഴുതും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതേ നോക്കിയേ, പ്രത്യേകം നോക്കിയേ. എച്ച് ദേ ഇവിടെ എഴുതിയേക്കുന്നു, എസ് ദേ ഇവിടെ എഴുതിയേക്കുന്നു, യു നേരെ താഴെ എഴുതിയേക്കുന്നു. അടുത്ത ടി ഇവിടെ എഴുതിയേക്കുന്നു, ഇ ഇവിടെ എഴുതി, എല് നേരെ താഴെ. അങ്ങനെയാണെങ്കിൽ ഇവിടെയും നമുക്ക് അതേപോലെ ഇങ്ങനെ വരച്ചു വെച്ചേക്കുക. കണ്ടോ? ഇ ഇവിടെ എഴുതും, ഇ ഇവിടെ എഴുതും, ടി ഇവിടെ എഴുതി, ആർ ഇവിടെ എഴുതി, ടി ഇവിടെ എഴുതി, എക്സ് ഇവിടെ എഴുതി. ഇതാണ് നമ്മുടെ ആൻസർ. XETRET. കണ്ടോ? ഇതാണ് ആൻസർ. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇതോടുകൂടി നമ്മൾ NDPCയുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ വർക്കൗട്ട് ചെയ്തിരിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.